പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിനായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ റീന ജെയിംസ് ആണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ റീന ജെയിംസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസിയെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് റീന ജെയിംസ്. ഞാൻ ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്നു. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജെയിംസ് ജോസഫ്. എനിക്ക് 2 മക്കളും ഒരു മരുമോളുമുണ്ട്. മോൻ്റെ പേര് ജെറി ജെയിംസ് ജോസഫ്, ജെഫ്രി ജെയിംസ് ജോസഫ്, മറിയം ജെറി. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതലിട്ടുള്ള നല്ല ഓർമ്മകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ഒരു കൂടെ ദൈവനാമത്തിന് നന്ദി പറയുന്നു. എനിക്ക് ദൈവം ഈ അവസരം തന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പ്രത്യാല് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു കൂടെ ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എനിക്ക് ഈ ഒരു അവസരം തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കർത്താവിൻ്റെ വേലയിൽ ഇത്രത്തോളം ആകുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നപ്പെട്ട വ്യക്തിയാണ്. ചെറുപ്പം മുതലേ മതാനുഷ്ഠാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പിതാക്കന്മാർ കാണിച്ചു തന്ന പാരമ്പര്യത്തിൽ കൂടി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിൻ്റെ ഒരു ദർശനത്താൽ ഞങ്ങളുടെ കുടുംബമായി ദൈവം വേർതിരിച്ചു. ആ ഭാഗങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നാട് ജനിച്ചു വളർന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കറയിച്ചാലാണ്. അവിടെ ഞാൻ 4ാം ക്ലാസ് വരെ പഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് കറച്ചാൽ NSS സ്കൂളിൽ പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെ ആൻറ്റിമാര് മലബാറിൻ്റെ പ്രദേശത്ത് താമസിക്കുകയായിരുന്നു. അപ്പോഴൊരു ദിവസം എൻ്റെ പിതാവ് മലബാറിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കുറച്ച് സ്ഥലം കണ്ടിട്ട് തിരികെ വന്ന് എൻ്റെ മാതാവിനോട് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞില്ല. ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിച്ച് നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാം എൻ്റെ മാതാവിനോട് പറഞ്ഞ് ഞങ്ങളുടെ ആ നാട്ടിലെ വീടെന്ന് പറയുന്ന ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരാലുള്ള എൻ്റെ സ്ഥലമായിരുന്നു. അത് വിറ്റ് ഞങ്ങൾ മലബാറിലേക്ക് പോകാൻ ഇടയായി തീർന്നു. അവിടെ ഞങ്ങൾ കണ്ണൂര് ഇരിട്ടി എന്ന് പറയുന്ന ഒരു ഇരിട്ടിന്ന് കാലാങ്കി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഞങ്ങൾ പോയി താമസിക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളെ എന്നെയും എൻ്റെ സിസ്റ്ററേയും എൻ്റെ അച്ചാച്ചൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ എക്സാം എഴുതാൻ വേണ്ടി ഞങ്ങളെ നിർത്തിയിട്ട് അവരും രണ്ടുപേരും കൂടെ മലബാറിലേക്ക് കടന്നുപോയി. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. 5 സഹോദരങ്ങളാണ് എനിക്കുള്ളത്. 4 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് എനിക്കുള്ളത്. 4 സിസ്റ്റേഴ്സും കർത്താവിൻ്റെ വേലയിലാണ് ഇന്ന് ആയിരിക്കുന്നത്. അതിലൊരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സുവിശേഷ വേല ആയിരിക്കുമ്പോൾ തന്നെ ദൈവസന്നെ വേർതിരിച്ചു. എന്നാൽ അവളും ഇന്ന് ഒരു സ്ഥാപനത്തോട് ചേർന്ന് ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രദറ് ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരെയും അവിടെ നിർത്തി. പിന്നീട് അവർ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ പിതാവ് പറഞ്ഞതൊന്നുമല്ല, വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഞങ്ങളെ നാട്ടിൽ തന്നെ നിർത്തി. വെക്കേഷൻ ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ ഫാദറിൻ്റെ വീട് രാമങ്കരി വെളിയനാടാണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ. അവിടേക്ക് ഞങ്ങളെ വെക്കേഷന് ആൻറ്റി കൊണ്ടാക്കി. അവിടെ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ വെക്കേഷൻ മൊത്തം ഞങ്ങൾക്ക് കത്തോലിക്ക സൺഡേ സ്കൂളുകളും അതിന് മുന്നോട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ആ വെക്കേഷൻ ഫുൾ ഞങ്ങളെ പഠിപ്പിച്ചു. അതിനുശേഷം എൻ്റെ ഫാദർ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് കണ്ണൂരിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വളർന്ന സാഹചര്യങ്ങളോ ഞങ്ങളുടേതായ എല്ലാം മാറി. ഞാനും എൻ്റെ സിസ്റ്ററും
ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എൻ്റെ സിസ്റ്റർ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ സിസ്റ്റർ 3 വയസ്സുണ്ട്. എൻ്റെ 4-ാമത്തെ സിസ്റ്റർ എന്ന് പറയുന്നത് 90 ദിവസം ആയതേ ഉള്ളൂ. ഞാനും എൻ്റെ 2-ാമത്തെ സിസ്റ്ററും ഭയങ്കര കരച്ചില്ലാത്ത കിടന്ന്, കാരണം ഞങ്ങളെ എന്തിനിങ്ങനെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തിയെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫാദറിന് അവർ 6 പേരാണുള്ളത്, 3 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും. അതിൽ 2-ാമത്തെ സിസ്റ്റർ വന്ന് എന്നെ വീട്ടിലോട്ട് അങ്ങ് അവരുടെ കൂട്ടത്തിൽ നിർത്തി പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. കാരണം സ്കൂളെന്ന് പറയുന്ന ഒത്തിരി കിലോമീറ്ററുകൾ നടന്നാലേ സ്കൂളുള്ളൂ. ഞാൻ അന്ന് 5-ാം ക്ലാസ്സിലോട്ട് കയറി, എനിക്ക് ഒത്തിരി ദൂരെ പോകേണ്ട ഗതി വന്നുകൊണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോയി. എൻ്റെ സിസ്റ്ററെ ഒരു കസിൻ അവിടെ അടുത്തുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിർത്തി 2-ാം ക്ലാസ്സിൽ അവിടെ ആക്കി. പക്ഷേ അവൾ അവിടെ നിന്നില്ല, അവൾ തിരിച്ച് വീട്ടിൽ വന്നു, ഞാൻ അവിടെ നിന്നു. ഈ സമയത്ത് ഞാൻ കാര്യം പറയട്ടെ, എൻ്റെ സിസ്റ്ററുടെ എൻ്റെ ഫാദറുടെ സ്ഥലം വാങ്ങിക്കുമ്പോൾ കുറച്ച് പൈസ അന്ന് സിസ്റ്ററുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചാണ് അന്ന് സ്ഥലം വാങ്ങിച്ചത്. ആ സ്ഥലം ഒരു വർഷത്തിൽ ആദ്യത്തെ വിളവെടുക്കുമ്പോൾ കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റിലായിരുന്നു. ആ സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ആൻറ്റി കടന്നു വന്ന് ആ സ്ഥലം എൻ്റെ ഒരു ഭാഗം വിൽപ്പിച്ചു. അത് എൻ്റെ ഫാദറിന് വളരെ ഷോക്കായി. അതോടുകൂടി എന്നെയും അവിടുന്ന് സ്കൂൾ വർഷം കഴിഞ്ഞപ്പോൾ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. അതോടുകൂടി എൻ്റെ ഫാദർ ഞങ്ങളെ എല്ലാ റിലേഷനും, കാരണം എൻ്റെ ഫാദർ വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥ തൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ ഒരിക്കലും താൻ സിസ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ വലിയ ദുഃഖമായി. അതോടുകൂടി ഒരു നിരാശയിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. കാരണം താൻ പ്രതീക്ഷിച്ചതിലും വിപരീതമായിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അവിടെ നിന്ന് ആ സമയത്ത് ഞങ്ങൾ താമസിച്ച കാലാങ്കി മാട്ര ആ സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം വാങ്ങിച്ചാണ്, ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചാണ് അവിടെ ഞങ്ങൾ താമസിച്ച്. അതിനുശേഷം മൊത്തം വിറ്റു. ആ സമയത്ത് എൻ്റെ മാതാവും പിതാവും കൂടെ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ്, ഇനി എന്തിനാ ജീവിക്കുന്നത്, ജീവിതത്തിൽ നാട്ടിലോട്ട് തിരികെ പോകാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ വീട്ടിലിറങ്ങിയപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞു, നീ പോയാൽ നീ ദുഃഖിക്കും, നീ പോകരുത് എൻ്റെ മാതാവിനോട് പറഞ്ഞു. കാരണം എൻ്റെ മാതാവും 4 സിസ്റ്റേഴ്സാണ്. എൻ്റെ വല്യപ്പച്ചൻ എന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വല്യമ്മച്ചി മരിച്ചു കഴിഞ്ഞ് വിവാഹം കഴിക്കാതെ ഈ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയതാണ്. അന്നേരം പിതാവിന് വലിയ ദുഃഖമായി. അതും ഈ അമ്മച്ചിയായിരുന്നു അവരെല്ലാം നോക്കി കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. മറ്റു 2-3 പേരും സ്വയം പര്യാപ്തതയുള്ളവരായിരുന്നു. നേരം ഇങ്ങനെ നിന്ന് വളരെ ദുഃഖത്തിൽ അവിടുന്ന് ഇറങ്ങി. കാരണം എൻ്റെ മാതാവ് ഭയങ്കര ദുഃഖമായി, വിചാരിച്ചു ഞങ്ങളുടെ ജീവിതം അവിടെ അവസാനിക്കാം. കാരണം ഞാൻ ഒരാൾ ആൻറ്റിയുടെ കൂട്ടത്തിലുണ്ട്, അവർ നോക്കിയോളും, ബാക്കി കുഞ്ഞുങ്ങളെയും കൊന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അന്നുണ്ടായിരുന്ന നാട്ടുകാർ, ആ ദേശത്തെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞങ്ങൾ ഒരു വലിയ സ്നേഹമുള്ളൊരു ജനമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ ഒന്നിച്ച് വന്ന് കൂടി എൻ്റെ മാതാവിനോട് പറഞ്ഞു, വേറൊരു സ്ഥലം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിനോട് പറഞ്ഞു, നീ അവിടുന്ന് വാങ്ങിക്ക്, അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്ത് ആ നെയ്ബേഴ്സ് തന്നെ കൂട്ടം നിന്ന് അവിടെ ഞങ്ങൾ കാലാങ്കി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വന്ന് അവിടെ സ്ഥലം വാങ്ങിച്ച് അവിടെ ഞങ്ങൾ താമസിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് അവിടെ ചെന്നെന്ന് പറഞ്ഞാലും ഭൂമിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വെള്ളം കിട്ടത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ പിതാവ് ഒരു നിരാശനായി, തൻ്റെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചാലും തനിക്ക് ഭൂമി ഫലം തരുന്നില്ല. ജീവിതത്തിൽ നിരാശകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നുകൊണ്ടിരുന്നു. ഒരിക്കലും ഒരു ഉയർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വന്നിട്ടില്ല. എൻ്റെ പിതാവ് ഒരു നിരാശയിലായിരുന്നു, വേണ്ടവണ്ണം അധ്വാനിക്കത്തില്ല. തനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യും, ആ ബിസിനസ് ലോൺ ആയിരിക്കും, അത് ഞങ്ങൾ അറിയത്തില്ലായിരിക്കും. അങ്ങനെ ഭൂമി അധ്വാനിക്കുന്നത് ബാങ്കിന് കൊടുക്കുവാനോ ഞങ്ങൾക്ക് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ഒത്തിരി കാലങ്ങൾ ഞങ്ങളിങ്ങനെ കഷ്ടതയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ എൻ്റെ മാതാവ് എന്ന് പറയുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന, രാവും പകലും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞങ്ങളെ ആ ദുഃഖത്തിൽ ഞങ്ങളെ അറിയിക്കാതെ തൻ്റെതായ ഇതിൽ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ദേശത്ത് ഞങ്ങൾ കൂടുതലും ആ ദേശം മൊത്തം കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. മൊത്തം എല്ലാവരും നാട്ടിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി കയറി വന്നവരാണ്. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്ന അവസ്ഥകളാണ് ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കരസ്മാറ്റിക് മൂവ്മെന്റ് ആ ദേശത്ത് കടന്നു വന്നു. എൻ്റെ മാതാവ് കരസ്മാറ്റിക് മൂവ്മെന്റിൽ കടന്നു പോകാൻ തുടങ്ങി, ദൈവ വെളിച്ചം വരാൻ തുടങ്ങി. ഈ സമയത്ത് ഞങ്ങൾക്ക് ചർച്ചിൻ്റെ കത്തോലിക്ക ചർച്ച് ബേസ് കാരണം നന്നായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചു, 10ാം ക്ലാസ് വരെയൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുവാനിടയായി. അങ്ങനെ വളരെ കുർബാന കൈക്കൊള്ളാൻ, സ്ഥൈര്യലേപനം, ഇതെല്ലാം എൻ്റെ ആൻറ്റി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കാരണം സെബാസ്റ്റ്യൻ ആൻറ്റിയുടെ ആഗ്രഹമായിരുന്നു മെത്രാൻ്റെ കൈക്കീഴിൽ കുർബാനയും സ്ഥൈര്യലേപനവും ചെയ്യിപ്പിക്കണം എന്നുള്ള. അതെല്ലാം ചെയ്യിപ്പിച്ചാണ് എന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കിയത്.
അങ്ങനെ മതത്തിൽ, കാരണം ഞാൻ വരുമ്പോൾ തന്നെ ആന്റി എന്നോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാര് അത് ആത്മീയമായിട്ട് വളർന്നവരാണ്, കാരണം നല്ലൊരു അടിസ്ഥാനം നമുക്കുണ്ട്, അതിൽ കൂടെ തന്നെ പോകണം, ദേശത്ത് താമസിക്കുമ്പോഴും നീ ചർച്ചിൽ പോകണം, ഇങ്ങനെ ഉപദേശങ്ങൾ തന്നാണ് വന്ന്. അങ്ങനെ ഞങ്ങള് എല്ലാ സൺഡേയിലും പോകും. അത് സ്കൂൾ കഴിഞ്ഞ് സ്കൂളിൻ്റെ ഞങ്ങൾ പഠിക്കുന്നതെല്ലാം കത്തോലിക്ക സ്കൂളിലാണ്, വളരെ ദൂരം നടന്നാണ് ഞങ്ങൾ പോയി പഠിക്കുന്നത്. അവിടെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞങ്ങൾ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കും. അത് ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം പോയി ഉച്ചയ്ക്കത്തെ ബ്രേക്ക്, 1 മണിക്കൂറിൻ്റെ ബ്രേക്കിൽ ഞങ്ങൾ അവിടെ മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കും. കത്തോലിക്കയിൽ ഒരു സ്വഭാവമുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്നുള്ള. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും, കൂടുതൽ വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഈ സുഹൃതോപങ്ങളും ഈ അവർ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഭക്തിയിൽ വളരുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഈ കറിസ്മാറ്റിക് മൂവ്മെന്റ് കടന്നു വന്നു. അമ്മച്ചി കടന്നു പോകാൻ ഇടയായി തീർന്നു. ഒരു ദിവസം ഞാനും അമ്മച്ചിയുടെ കൂട്ടത്തിൽ എന്നെയും വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഒരു വെക്കേഷൻ സമയത്തായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് അന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന കർത്താവിൽ സന്തോഷം അവനൻ ബലം എന്നുള്ള പാട്ട് കേട്ട് ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമായി. അങ്ങനെ അവിടുത്തെ ബൈബിൾ വായിക്കുന്ന കണ്ടോടെ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, നമുക്കും ഒരു ബൈബിൾ കിട്ടിയാൽ എന്തോ? അമ്മച്ചി പറഞ്ഞു, ബൈബിള് നമുക്ക് പറ്റത്തില്ല, ഫാദർമാരോ വായിക്കുന്നതാണ്, നമുക്ക് പറ്റത്തില്ല, വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ സൂക്ഷിക്കാത്തത് കൊണ്ട് നമുക്ക് പറ്റത്തില്ലെന്ന്. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇത് കിടന്നു. അന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഇടവക വികാരി കിഴക്കേലച്ചൻ എന്ന് പറയുന്ന ഒരു ഫാദറായിരുന്നു. നല്ല ആത്മീയമായിട്ടും എല്ലാം അദ്ദേഹമാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് അവിടെ കൊണ്ടുവന്നത്. വളരെ ഞങ്ങളോടും കുഞ്ഞുങ്ങളോടൊക്കെ വളരെ സ്നേഹവും വളരെ ഡിസിപ്ലിനും വളർത്തുന്ന, ഒരു സൺഡേ സ്കൂളിൽ ചെന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അടിക്കും, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെ ആത്മീയത്തിൽ കൊണ്ടിരുന്ന ഒരു പിതാവായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വേണമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, നീ ബൈബിൾ വന്നാൽ വായിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വായിക്കാം, പക്ഷെ ഞാൻ വായിക്കുന്ന ബൈബിൾ നിനക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫാദർ എനിക്ക് എന്തെങ്കിലും ഒരു ബൈബിൾ തരണം, കാരണം എന്നോട് പറഞ്ഞു, നീ ചർച്ചിന്റെ പുസ്തകങ്ങളൊക്കെ കത്തോലിക്ക ഒത്തിരി പുസ്തകങ്ങളുണ്ട്, മറിയത്തിന്റെ പുസ്തകമുണ്ട്, പുണ്യവാളന്മാരുടെ പുസ്തകമുണ്ട്, ഇതൊക്കെ വായിച്ചാൽ പോരെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വേണമെന്ന് പറഞ്ഞു. ഫാദർ പറഞ്ഞു, ഞാൻ അകത്ത് കയറി, ഞാനും ഫാദറിന്റെ കൂടെ റൂമിനകത്ത് കയറി, ഫാദറിന്റെ ടേബിളിൽ ഇരുന്ന ചുമന്ന ബൈബിള്, കത്തോലിക്ക ബൈബിള്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ബൈബിൾ തന്നു, ഇത് ഞാൻ തരത്തില്ല, ഇത് നിനക്ക് വായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഇത് വായിച്ചാൽ നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. ഫാദർ പറഞ്ഞു, എനിക്ക് ഒരാൾ ഒരു ഗിഫ്റ്റ് തന്ന ഒരു കറുത്ത പുസ്തകമുണ്ട്, അത് നീ കൊണ്ടുപോയി വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിൽ ഈ ബൈബിളുമായി ഞാൻ വീട്ടിൽ വന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ വായിക്കും. പിന്നെ ആ ബൈബിള് വായിക്കുമ്പോഴെല്ലാം മിക്കവാറും അന്ന് ഫാദർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ റെഗുലറായിട്ട് വായിച്ചാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല, നീ ഇങ്ങനെ എന്തെല്ലാം ഇങ്ങനെ തുറന്നു വെച്ച് വായിക്കാൻ പറയും, എന്തെല്ലാം ആവശ്യം വരുമ്പോൾ ഇങ്ങനെ തുറക്കുക, അന്നേരം വായിക്കാൻ പറയും. അങ്ങനെ ഞാൻ വായിക്കുമ്പോഴെല്ലാം പാവത്തെക്കുറിച്ചും മാനസാന്തരം ഒന്നും മനസ്സിലാകത്തില്ല, കാരണം തലയ്ക്കകത്തൊന്നും കയറത്തില്ല. ഒരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ പേടി വരുമ്പോൾ തലയണയുടെ കീഴിൽ വെക്കും. അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു 10 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെക്കേഷനിൽ പെസഹ, ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങൾ പെസഹ ആചരിക്കുന്നെന്ന് പറഞ്ഞാൽ വൈകിട്ട് എല്ലാ വീടുകളിലും ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ കയറി അപ്പം മുറിച്ച് ഒരു സന്തോഷത്തോടു കൂടി മുറിച്ച് അങ്ങനെ ഞങ്ങൾ ആയിരിക്കുന്ന സമയമാണ്. അന്നേരം ഈ സമയത്തെല്ലാം എൻ്റെ മാതാവിൻ്റെ ജീവിതവും എൻ്റെ പിതാവിൻ്റെ ജീവിതം വളരെ നിരാശയില്ല, കാരണം ഭൂമിയിൽ നിന്ന് ഫലം ലഭിക്കാത്ത കാരണം ഞങ്ങൾക്ക് ലഭിക്കുന്ന ലോണ്, ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, പിന്നെയും കൃഷി എന്തെങ്കിലും ചെയ്യും, പിന്നെയും അത് ലോൺ അടയ്ക്കും, അന്നേരം മിച്ചമായിട്ടൊന്നുമില്ല. എൻ്റെ മാതാവ് എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളുമായിട്ടാണ് മലബാറിൽ പോയത്. അവിടെ നിന്ന് എനിക്കൊരു ബ്രദറിനെ ദൈവം തന്നു. അങ്ങനെ ഞങ്ങൾ 5 പിള്ളേരുണ്ട്. എൻ്റെ ബ്രദറിന് അന്ന് 3 വയസ്സേ ഉള്ളൂ. അന്നേരം ഇവൻ വളരെ ചെറുതാ. ഞങ്ങൾ ഈ പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന, കർത്താവെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞു എന്നും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അന്നേരം എപ്പോഴും ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളോട് പറയും, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരല്ല, നിങ്ങൾ പഠിക്കണം. ഞങ്ങൾ പഠിക്കാൻ ദൈവകൃപയാൽ ഞങ്ങൾ മുന്നോട്ട് വരുവാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കും. വളരെ ദൂരം നടന്നാ പോകുന്നെങ്കിലും ഞങ്ങൾ പഠിക്കുവാൻ ദൈവം ഒരു കൃപ തന്നു. പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ അപ്പം മുറിച്ചു അമ്മച്ചി ഇരുന്ന് ഞങ്ങളെല്ലാം അന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 12 മണിയായി. ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ എൻ്റെ മാതാവ് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കിടന്നു. എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവം ഓരോ ദിവസവും നടത്തും എന്നുള്ള ഇതിൽ അങ്ങ് കിടന്നു. അന്ന് രാത്രി എൻ്റെ മാതാവിന് ദൈവം ഒരു ദർശനം കൊടുത്തു, ഒരു ഭവനം കാണിച്ചു തന്നു. ആ ഭവനത്തിൽ നീ പോയി പ്രാർത്ഥിച്ചാല് നിന്റെ വിഷയത്തിനെല്ലാം മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. രാവിലെ ഞങ്ങളെ എല്ലാം കാരണം ഗുഡ് ഫ്രൈഡേ ആണ്, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ചർച്ചിൽ പോകണം. അന്ന് 12 മണി വരെ കുരിശിന്റെ വഴിയുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ അതിലെ പോയി ഞങ്ങളൊരു പിള്ളേരും ഞങ്ങൾ ആ ഗ്രാമത്തിലുള്ള ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചർച്ചിൽ പോകുന്നു, ഒന്നിച്ച് സ്കൂളിൽ പോകുന്നത് ഒന്നിച്ചാ, ചർച്ചിൽ പോകുന്ന ഒന്നിച്ചാ, കാരണം വളരെ ദൂരം നടന്നു പോകണം. ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ പോയി
അവിടെ ചെന്ന് ഞങ്ങൾ ആരാധന കഴിഞ്ഞ് ഒരു 12-1 മണിയായി. കാരണം രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കത്തില്ല, കാരണം ദുഃഖവെള്ളിയാഴ്ച കാരണം തിരിച്ചു വന്നിട്ട് ഫുഡ് ഉണ്ടാകത്തുള്ളൂ. അന്നേരം ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയെ കാണാനില്ല. അച്ചാച്ചൻ പറഞ്ഞു അതെവിടെയോ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറഞ്ഞു പോയത്. നിങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ പറയുകയാണെങ്കിൽ ചർച്ചിലെ ഞങ്ങളുടെ അച്ഛനെ പേടിച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം വന്ന് കുമ്പസാരിക്കാൻ വേണ്ടി മാത്രമേ വരത്തുള്ളൂ. കാരണം എല്ലാം കൊണ്ടും താൻ നിരാശനായിട്ട് മാറി നിന്നു. അതുകൊണ്ട് അങ്ങനെ വരാറില്ല. നേരം അച്ചാച്ചൻ നേരത്തെ പോയി വ്യാഴാഴ്ചയെ പോയി കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ആള് വെള്ളിയാഴ്ച വന്നില്ല, വീട്ടിൽ നിന്നു. എൻ്റെ അമ്മച്ചി പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു. അമ്മച്ചി തിരിച്ചു കയറി വരുന്ന ഞാൻ യേശുവിനെ കണ്ടു എന്നും പറഞ്ഞാൽ തിരിച്ചു കയറി വരുന്നത്. എൻ്റെ വിഷയത്തിനൊന്നും മറുപടി തന്നു. ഞാൻ യേശുവിനെ ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾക്ക് ആ സമയങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളുള്ളതുകൊണ്ട് വീടുകൾ ഒത്തിരി ദൂരെയാണ്. ഞങ്ങൾ റോഡിന് മുകളിൽ താമസിച്ചു, റോഡിന് താഴിൽ വേറൊരു ഭവനം താമസിക്കുകയുണ്ട്. അവർ ചോദിച്ചു എന്നടി പറ്റിയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അമ്മച്ചിക്ക് ഏതാണ്ട് സംഭവിച്ചെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അമ്മച്ചി ഉറക്കം നിന്നുകൊണ്ട് ഞാൻ യേശുവിനെ കണ്ടേ എന്നും പറഞ്ഞാ കയറി വരുന്നത്. ഞങ്ങളാരും മിണ്ടിയില്ല. ഞങ്ങൾ എല്ലാവരും ശാന്തമായിട്ടിരുന്നു. എൻ്റെ ഫാദർ പറഞ്ഞു ഒന്നും മിണ്ടാൻ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. ഇതിനൊരു പിന്നിലൊരു കാരണമുണ്ട്. എൻ്റെ ബ്രദർ 3 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ഈ അടുത്തുള്ള ഭവനത്തില് ആ ഭവനത്തിൽ ഇവന്റെ പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ഇവരുടെ വീട്ടില് ഒരു പാസ്റ്ററും ആന്റിയും വരും. അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഒരു ഗസ്റ്റ് വരുന്ന പോലെ ഞങ്ങൾക്ക് അറിയത്തുള്ളായിരുന്നു. അവരവിടെ പോകും. അവർ പോകുന്ന സമയത്ത് എൻ്റെ ബ്രദറിനെ ആ ഒരു കൂട്ടത്തിൽ പോയി ഇവൻ അവിടെ പോയിരിക്കും, ഇവൻ പ്രാർത്ഥിക്കും. എന്നും ഇവന്റെ തലയെ കൈവച്ച് അവർ പ്രാർത്ഥിക്കുമെന്നാണ് പിന്നീട് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ ദൈവശബ്ദമായിരിക്കാം ഞങ്ങളുടെ ഭവനത്ത് ദൈവം കൊണ്ടുവന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ മാതാവ് വിശ്വാസത്തിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ദേശത്ത് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി. ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. നിന്റെ അമ്മയ്ക്ക് വട്ടായി. അമ്മച്ചിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ടപ്പം തൊട്ട് വഴിയെ ഒരു കുഞ്ഞുങ്ങളെയും വിടത്തില്ല. കാരണം ഞങ്ങൾ റോഡറമ്പില്ല, മോനെ സത്യമിത വചനമിത ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്കത് ഭയങ്കര നാണക്കേട് പോലായി. കാരണം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ആ ഏജും അങ്ങനത്തെ ഒരു ഏജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഫീലിംഗ് തുടങ്ങി. ഞങ്ങൾ അമ്മച്ചിയെ വഴക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ സിസ്റ്റർമാരെ ഇങ്ങനെ ഓരോരുത്തരായി അമ്മച്ചിയുടെ കൂടത്തെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാനും എൻ്റെ ഫാദറും കത്തോലിക്ക സഭയിൽ തന്നെ പോയി. എൻ്റെ ഫാദർ ആ സമയത്തും നിരാശ കൊണ്ട് എൻ്റെ ഫാദർ ചെറുതായിട്ട് ആ സമയങ്ങളിൽ കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ ചെറുതായിട്ട് മദ്യപിക്കുമായിരുന്നു. പിന്നീട് എൻ്റെ മാതാവ് വിശ്വാസത്തിൽ വന്നപ്പോഴത്തേക്ക് ഫാദർ വളരെ മദ്യപാനിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ഫാദറിന്റെ സ്വഭാവം ഒത്തിരി ശാന്തനായ മനുഷ്യനാണ്. ആരോടും ഒരു വഴക്കിനോ ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ശാന്തൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് വന്ന ആൾ വഴി മാറിപ്പോകുന്നൊരു സ്വഭാവമാണ്. പക്ഷെ താനെ കുടിച്ചിട്ട് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്നാലും മൗനമായിട്ട് വീട്ടിൽ കയറി കിടക്കും. ജീവിതം നശിച്ചു, ഇനി എന്തിനാ ജീവിക്കുന്നു, ഒരു നിരാശയുടെ വാക്ക് മാത്രമേ വീട്ടിൽ പറയത്തുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മാതാവ് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടാണല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ച് അവരെ സ്വന്തം കാലം നിർത്തും. അങ്ങനെ ഒരു വിശ്വാസം എൻ്റെ മാതാവ് ഞങ്ങൾക്ക് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രാർത്ഥന വരുമ്പോൾ ഞങ്ങൾ ഒരു റൂമിലിരുന്ന് ഞങ്ങൾ കത്തോലിക്ക പ്രാർത്ഥന ചൊല്ലും. അമ്മച്ചി വേറൊരു റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പ്രാർത്ഥന വീട്ടിൽ നടന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തെ ഒരു ദിവസം എൻ്റെ ഫാദറിന് എന്നെ അടുത്ത് ഞങ്ങളുടെ കാത് കുത്തിയിട്ടില്ലായിരുന്നു. ഒരു കമ്മൽ വാങ്ങിച്ചോണ്ട് പറഞ്ഞു നീ ഏതായാലും പോയിരിക്കുക, ഇതെല്ലാം ഊരി കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പെൺപിള്ളേരുടെ കാത് കുത്താൻ പോവാന്ന് പറഞ്ഞ് എൻ്റെ ഈ കമ്മൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ഭവനത്തും പതിലൊരു വീട് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഈ കാത് കുത്തിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഈ കമ്മലുമായിട്ട് അന്ന് ഞങ്ങൾക്ക് റബ്ബർ വെച്ച സമയങ്ങൾ അത് വളർന്നു വരുന്നേ ഉള്ളൂ. അതിനകത്തൂടെ കയറി അവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എവിടെ നിന്ന് അന്നേരം ഞാൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മാതാവ് ഒരു ശബ്ദം പറഞ്ഞു, ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, എൻ്റെ പെൺകുഞ്ഞുങ്ങളുടെ കാത് കുത്താൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അത് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോയി. അത് എൻ്റെ കയ്യിൽ നിന്ന് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു കമ്മലായിരുന്നു. അവിടെ എല്ലാം അന്വേഷിച്ചു, കിട്ടിയില്ല. അതോടുകൂടി തിരികെ വന്നു. അന്നേരം എൻ്റെ അമ്മച്ചി പറഞ്ഞു ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ളതാണോ, നീ എന്നോട് ചോദിച്ചു, തിരിച്ചറിയാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ഇങ്ങനെ ആത്മീയ യുദ്ധം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫാദർ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് അന്നൊരു ചെറിയ കടയൊക്കെ ഉണ്ട്. ചാച്ചൻ അവിടെ കിടക്കുക, വാടകയ്ക്ക് എടുത്ത് ചെയ്യുക. കാരണം ഒന്നും വരുമാനമൊന്നും വരാനില്ല. ഉള്ളത് ലോൺ കടം വീട്ടിക്കൊണ്ടേയിരിക്കുക, കടം എടുത്ത് ചെയ്യുക, കടം കിട്ടുന്ന വീട്ടുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിതാവ് കുടിച്ചിട്ട് വീട്ടില് കടയിൽ കിടക്കുക. രാത്രി 3 മണിയായപ്പോൾ ഒരു ശബ്ദം താൻ കേട്ടു.
കേട്ടിട്ട് പറഞ്ഞു, ഇനി നീ കുടിച്ചാൽ നിനക്ക് നാശമാന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ വിറയ്ക്കുവാൻ തുടങ്ങി. രാത്രി 3 മണിയായപ്പം വീട്ടിൽ കയറി വന്നു. വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളോട് എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പിള്ളേരെ എല്ലാം വിളിച്ചു, ഞാൻ ഇനിയും കുടിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞു, എന്നും കേൾക്കുന്ന ശബ്ദമാണ്, ഇനി ഞങ്ങൾക്ക് കേൾക്കണ്ടെന്നു. ഞങ്ങൾ അവിടെ കിടന്നു. അച്ചാച്ചൻ വിറയ്ക്കാൻ തുടങ്ങി. രാത്രിയിൽ 3 ദിവസം കഴിഞ്ഞാണ് വീടിന് വെളിയിൽ ഇറങ്ങിയത്. അന്ന് കൂട്ടുകാരൊക്കെ വന്ന് വിളിക്കും. ആള് ഭയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്ററും ആ ദേശത്തുള്ള വിശ്വാസികളും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവിനൊരു ആ മദ്യപാനത്തിൽ നിന്ന് ഒരു വിടുതൽ ദൈവം കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആ സമയം വളരെ ദുഃഖത്തിലായി. കാരണം എല്ലാം കൊണ്ടും കാരണം ബന്ധകോസിൽ പോയി കുടുംബക്കാരറിഞ്ഞ നാണ്. കാരണം ഞങ്ങൾക്ക് റിലേഷൻ ആരുമില്ല. കാരണം എല്ലാം കട്ട് ചെയ്യിപ്പിച്ചു പിതാവ്. ഇടയ്ക്ക് പിന്നെ ഞങ്ങളൊരു ലെറ്റർ എഴുതും. ആ സമയത്ത് എൻ്റെ വല്യപ്പച്ചനും ജീവിച്ചിരിപ്പുണ്ട്. അച്ചാച്ചൻ്റെ അമ്മച്ചിയും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മച്ചി ആ സമയത്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നതിന് ഒരു തൊട്ട് മുമ്പ് എൻ്റെ വല്യപ്പച്ചന് ഞങ്ങളെ അന്വേഷിച്ച് വന്നായിരുന്നു. വന്നിട്ട് കാരണം മോളെ കണ്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ വളർത്തിയത് കൊണ്ട് പുള്ളിക്കാരൻ അന്വേഷിച്ചു. ഒത്തിരി ഏജ് ആയി കഴിഞ്ഞാണ് വന്നത്. വന്ന് ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം കണ്ടു. ഞങ്ങൾ വെള്ളം വളരെ ദൂരെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. ഇതെല്ലാം കണ്ട് ഭയങ്കര കരഞ്ഞു. ഒരാഴ്ച ഞങ്ങളുടെ കൂടെ താമസിച്ചു. എൻ്റെ നാട്ടിൽ തിരികെ പോയി എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, നീ പെൺകുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും നീ ഇവിടെ കൊണ്ടുവരണം. കാരണം ഞാൻ വളരെ ദുഃഖിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിശ്വാസത്തിലോട്ട് വരുന്ന സമയമായപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേജ് ഒരാഴ്ച ആയപ്പോഴത്തെ എൻ്റെ വല്യപ്പച്ചൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെ ഒരു കത്ത് 40-ാമത്തെ ദിവസം ഒരു പ്രാർത്ഥന വെച്ചപ്പം ഒരു കത്ത് വീട്ടിൽ നിന്ന് വന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചി അറിഞ്ഞത്. ആ സമയത്ത് എൻ്റെ അമ്മച്ചി വിശ്വാസത്തിൽ വന്നു. അമ്മച്ചി പോയി. അമ്മച്ചി പോകാൻ കാരണം അമ്മച്ചി ദൈവസന്നി വന്നപ്പോൾ അമ്മച്ചിക്ക് പല കാര്യങ്ങളും ക്ഷമ ചോദിക്കേണ്ടതായിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. അങ്ങനെ അമ്മച്ചി എൻ്റെ ഫാദറിൻ്റെ വീട്ടില്, എൻ്റെ മദറിൻ്റെ വീട്ടിലെല്ലാം പോയി ക്ഷമ ചോദിച്ചു. തിരികെ വീട്ടിൽ വന്നു. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എൻ്റെ മാതാവ് വിശ്വാസത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ സ്വപ്നം കണ്ടു. യേശു ക്രിസ്തു മരിച്ചു കിടക്കുന്ന ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിന്റെ തലയിൽ നിന്നും മുൾക്കിരീടം വെച്ചെടുത്തൊന്ന് ബ്ലഡ് വന്ന് എൻ്റെ മുഖത്ത് വീണിട്ട് എന്നോട് പറഞ്ഞു, നീ പാവിയാന്ന്. ഞാൻ ചോദിച്ചു, ആ ശബ്ദത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ പാവിയാവുന്നു? ഞാൻ കുംസാരിക്കുന്നുണ്ട്, അച്ഛൻ തരുന്ന പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്. പിന്നെ ആ ശബ്ദം പാവിയ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന സൺഡേ സ്കൂൾ ടീച്ചറിനോട് എന്നെ പഠിപ്പിച്ച അവിടുത്തെ ഞങ്ങളുടെ ചർച്ചിലുള്ള കത്തോലിക്ക ചർച്ചിലുള്ള ആത്മീയരായവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അവർ പറഞ്ഞു, എടി നിന്റെ ഉള്ളിൽ കിടക്കുന്ന വിഷമം അമ്മ പോയതുകൊണ്ട് നീ അങ്ങനൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഇനി അമ്മച്ചി ആ സമയത്ത് ഞാൻ 10th ഒക്കെ എഴുതി നിൽക്കുന്ന സമയമാണ്. അമ്മച്ചി വിശ്വാസത്തിൽ പോയി, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, മഠത്തിൽ പോകാൻ പോവുക. ഇനി എനിക്ക് കാരണം മുന്നോട്ടുള്ള ഭാവിയില്ല. കാരണം അമ്മ പെന്തക്കോസിലെ, ഞാനിങ്ങനെ കത്തോലിക്കൽ ഒറ്റയ്ക്ക്, അച്ചാച്ചനും ഞാനും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ളൊരു ഭാവി കിട്ടുകയില്ല. ഞാൻ വിചാരിച്ചു മഠത്തിൽ പോകാം. അങ്ങനെ ഞങ്ങൾ ഈ മഠം എന്ന് പറയുന്നത് ഒത്തിരി ദൂരമാണ്, കുറെ ദൂരമായിട്ട്. കാരണം ഇതെല്ലാം ഞങ്ങൾ ഒത്തിരി ദൂരങ്ങളിലാണ് ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത്. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ റേഷൻ കടയിൽ പോകണമെങ്കിൽ ഒത്തിരി ദൂരെയാണ്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയി മഠത്തിന്റെ മുമ്പിൽ, എൻ്റെ ഉദ്ദേശം സിസ്റ്റേഴ്സിനെ കാണുക എന്നുള്ള ഉദ്ദേശമാണ്. മഠത്തിന്റെ മുമ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, എനിക്കൊന്ന് സിസ്റ്റേഴ്സിനെ കാണാം, നീയും കൂടെ കൂട്ടത്തിൽ വരാം. ഞാൻ ചെന്ന് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഇന്ന പോലൊക്കെ സംഭവങ്ങൾ. കാരണം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നല്ല ആത്മീയ കവറിങ് എപ്പോഴും ഉണ്ട്. സിസ്റ്റേഴ്സിൻ്റെയും ഫാദറിൻ്റെയും കവറിങ് നല്ലപോലെ ഉണ്ട്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കവറിങ് നല്ലപോലെ ഉള്ളതുകൊണ്ട് ഏത് കാര്യവും അവരോട് നമുക്ക് പറയാം. പിന്നെ നല്ല ഗൈഡൻസ് തരും. നല്ലതായിട്ടൊരു ഈ വെക്കേഷൻ ടൈം എന്നൊക്കെ പറയുന്ന ഞങ്ങൾക്ക് ഒത്തിരി വർക്കുള്ള സമയം, ഒത്തിരി സ്പിരിച്വലായിട്ട് വളർത്തുന്ന ഒരു സമയമാണ്. കാരണം നമ്മുടെ ടീനേജിലുള്ള വിഷയങ്ങൾ, യൂത്തിലുള്ള വിഷയങ്ങൾ, ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളാണ്. ഞാൻ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എനിക്ക് മടത്തി വരണം. അന്നേരം സിസ്റ്റർ പറഞ്ഞു, നിനക്ക് മോസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്തത്തില്ല, ഞങ്ങൾ എവിടെയെങ്കിലും വിട്ടേക്കാം, നിന്നെ അവിടെ പോയി നീ പഠിക്കുക, എന്നിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ സിസ്റ്റർ ആയാൽ മതി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ തിരികെ വീട്ടിൽ വന്നു. ഞാൻ ആരോടും പറയുന്നില്ല. ഞാനിങ്ങനെ ആ കത്തെഴുതി സിസ്റ്റർ തന്ന അഡ്രസ്സ് ഞാൻ കത്തെഴുതി അന്ന് രാത്രിയിൽ ദൈവം എന്നെ ഒരു സ്വപ്നം കാണിക്കുകയാണ്. 2 കൂട്ടര് വർക്ക് ചെയ്യുവാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടര് നന്നായിട്ട് നല്ല സുഖമായിട്ട് ഫുഡുണ്ട്, എല്ലാം ഉണ്ട്, അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു കൂട്ടരിന് ഭക്ഷണമില്ല, കണ്ണുനീര്, നല്ല വസ്ത്രങ്ങളില്ല. ഇവരും അതേ ഫീൽഡിൽ തന്നെ ഒരു വയലിൽ കിടന്നു അധ്വാനിക്കുക. 2 കൂട്ടരും അതേ ഫീൽഡിൽ അതേ വയലിൽ കിടന്ന് അധ്വാനിക്കുക.
അധ്വാനിച്ചിട്ട് ഒരു മനുഷ്യൻ ലാസ്റ്റ് വന്ന് രണ്ടുപേരെയും വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവർക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒത്തിരി ഭക്ഷണമില്ല, വസ്ത്രമില്ല, വളരെ വേദനിച്ച് നടക്കുന്ന ആ മനുഷ്യനെ വിളിച്ച് ഏറ്റവും മുമ്പിൽ വിളിച്ച് വളരെ അദ്ദേഹത്തിന് എടുക്കാൻ മേലാത്ത ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. മറ്റവരോട് പറഞ്ഞു അവർക്കൊരു ചെറിയ ഒരു സാധനം കൊടുത്തിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തി. നേരം എന്നോട് ആ ശബ്ദം ചോദിച്ചു, നിനക്ക് ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ വലിയ ഗിഫ്റ്റ് തന്ന ആളുടെ കൂടത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമായി തീർന്നു. ഞാൻ ഇതിന് ഒന്നും മറുപടി ഒന്നും പറയാതെ പിന്നെയും ഞാൻ ചെന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അവർ പറഞ്ഞ് നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഫീലിങ്സാ മൊത്തം. അങ്ങനെ പറഞ്ഞ് എന്നെ ആ സ്വപ്നത്തിൽ നിന്ന് അങ്ങ് മാറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ മദർ ഒറ്റയ്ക്ക് മീറ്റിംഗിന് അന്നൊക്കെ രാത്രിയിൽ യോഗം കഴിഞ്ഞാൽ ഇവർ പോയാൽ ഇവർക്ക് സമയമില്ല, മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നതിന് സമയമില്ല. അതുപോലെ ആത്മീയ ഉണർവ് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നേരം മാതാവിൻ്റെ കൂട്ടത്തിൽ രാത്രി തിരിച്ചു വരാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ ഫാദർ ആ സമയത്ത് ദൈവാത്മാവിൻ്റെ ഒരു വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞാലും ആള് ചർച്ചിലോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന എന്നോട് അച്ചാച്ചൻ പറഞ്ഞ കൂടത്തിൽ പൊക്കോളാൻ പറഞ്ഞു. അന്ന് വീട്ടിൽ പ്രശ്നമില്ല, ആരാധന അമ്മച്ചി പോകും, അമ്മച്ചി ആത്മീയമായിട്ട് കാണുന്നവരോടെല്ലാം സുവിശേഷം പറയും. ആള് നല്ല ആത്മീയ സ്നാനപ്പെട്ടു, എല്ലാം നല്ല ഇതിൽ നിൽക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ഞാൻ ഇരിക്കുമ്പോൾ ഈ ഒരു ആൻറ്റി അവിടെ മെസ്സേജ് പറയാം. അവിടെ ഒത്തിരി ദൂരെ നിന്ന് വന്ന ആൻറ്റി ദൈവാലോചന പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ എഴുതിയിരിക്കുന്ന, എനിക്കന്ന് നല്ലൊരു 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടും നല്ല പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുന്ന സമയം എന്നോട് പറഞ്ഞു, നീ പ്രതീക്ഷിക്കുന്ന കിട്ടത്തില്ല, നീ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവും, നല്ല ഒരു ഇതിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ നീ എൻ്റെ വേലയ്ക്കുള്ളതാ എന്ന് പറഞ്ഞു. അന്ന് നമുക്ക് സുവിശേഷ വേല എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് പാസ്റ്ററുടെ വർക്ക് മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്നെ കൊണ്ടൊന്നും ഞാൻ വരത്തുമില്ല, ഈ ഒരു വർക്ക് പാസ്റ്ററും ആൻറ്റിങ് നടക്കുന്നു, ഇവർ കയറി ഇറങ്ങി നടക്കുന്ന പോലെ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ആ പാസ്റ്ററൊക്കെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഓടുമായിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം അവരെ പോലെ ഉള്ള വേലയ്ക്ക് ഞാൻ പോകത്തുമില്ല. ഇത് വെറുതെ കൈനോട്ടക്കാർ പറയുന്ന പോലെ. അമ്മച്ചിയോട് കുറേ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള ഭാവികൾ അതൊക്കെയും ദൈവം നടത്തി തന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആ സ്ഥിതികളെല്ലാം മാറുന്ന കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞു. പക്ഷേ ഞാൻ ഇതൊരു കാരണം ആ സമയങ്ങളിലൊക്കെ കൈനോട്ടവും ഒത്തിരി അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് കൈനോട്ടക്കാർ പറയുന്ന അതേ അനുഭവമാണ്, ഇതിനൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ എനിക്കറിയില്ല, ഞാൻ അറിയാതെ ചർച്ചിലോട്ട് വീട്ടിലോട്ട് പോകാൻ തുടങ്ങി ആരാധനയ്ക്ക്. ഒരു പ്രാവശ്യം ആരാധനയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരെല്ലാം അറിഞ്ഞു. പിന്നെ ഒരു നാണക്കേടായി, പിന്നെ കത്തോലിക്ക പോകാൻ മടിയായി. അങ്ങനെ ഞാൻ പതുക്കെ ആ അമ്മച്ചിയുടെ കൂടത്തിൽ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി, ഉള്ളിലൊന്നും കയറാൻ തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ചർച്ചിലെ കത്തോലിക്ക പെന്തക്കോസ് കൂട്ടായ്മയില് ഒരു കല്യാണം വരുന്നത്. ആ ദേശത്ത് വെച്ച് ആദ്യമായിട്ട് ഒരു പെന്തക്കോസ് കല്യാണം വരികയാണ്. അങ്ങനെ ഞങ്ങൾ ആ കല്യാണത്തിന് പോയി. അവിടെ ഒന്നൊരു കുട്ടപ്പൻ ഉപദേശി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അവിടെ പ്രസംഗിക്കാൻ വന്ന്. പാസ്റ്റർ ആ കല്യാണത്തിന്റെ തലേദിവസം കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ചും ദൈവത്തിന്റെ സഭ ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം കർത്താവിന്റെ 2ാം വരവിനും മണവാട്ടി ആ സഭയെക്കുറിച്ചൊക്കെ വിവരിച്ചു പറഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ വന്നില്ല. നരകത്തിൽ പോയി. കാരണം അതുവരെ നമുക്ക് ഒരു പ്രതീക്ഷ എന്നാന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകും, അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളെ സ്വർഗത്തിൽ കയറ്റും, അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ധാരണയിൽ ഞാനും അങ്ങനെ വിചാരിക്കുന്നു. ഈ പാസ്റ്റർ ഇതെല്ലാം പറഞ്ഞപ്പം ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് ഒരു പ്രേരണ വന്നു. അതിങ്ങനെ പാസ്റ്റർ പറഞ്ഞ വചനങ്ങളെല്ലാം വായിച്ചു. ആരൊക്കെയോ എന്നോട് എന്തൊക്കെയോ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നേരം ഞാൻ എടുക്കുന്ന ഭാഗങ്ങളെല്ലാം സ്നാനത്തെക്കുറിച്ച്, കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച്, ഇതെല്ലാം ഇങ്ങനെ എന്നോട് ഒറ്റയ്ക്ക് ആരോ സംസാരിക്കുക. പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, നേരിട്ട് എന്ന് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ സഭയിലെ അന്ന് ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പാസ്റ്റർ, എൻ്റെ അമ്മച്ചിയെ കൊണ്ടുവന്ന പാസ്റ്റർ പറഞ്ഞു, പെട്ടെന്ന് സ്നാനപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം പാസ്റ്റർ പറഞ്ഞു, അന്ന് ഇവൾക്ക് സ്നാനപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സ്നാനപ്പെടുത്താം. എന്നെ സംബന്ധിച്ച് എനിക്ക് അന്ന് മാത്രമേ അറിയത്തുള്ളൂ കുമ്പസാരം തെറ്റാ, സ്നാനം ആവശ്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബൈബിളിന്റെ വേറൊരു കാര്യവും എനിക്കറിയത്തില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പാസ്റ്റർ പറഞ്ഞ് സ്വീകരിച്ചു. അന്ന് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി, ആ വീട്ടിലെ കല്യാണം നടന്ന വീട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരി, ഞങ്ങളും എനിക്ക് തോന്നുന്നു 3 പേര് ഒരു പുഴക്കടവില്
അന്ന് പിറ്റേ ദിവസം പാസ്റ്റർ ഞങ്ങളെ സ്നാനപ്പെടുത്തിയിട്ടാണ്, കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ പിറ്റേ ദിവസം സ്നാനപ്പെടുത്തിയിട്ടാണ് പാസ്റ്റർ പോയത്. അന്ന് ഞങ്ങളുടെ സ്നാനത്തിന് ഞങ്ങളുടെ ദേശത്ത് സകല ജനവും ആ കുളക്കടവിൽ വന്ന് നോക്കി. ആ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതുവരെ എനിക്കൊരു ഫീലിംഗ് വന്നിട്ടില്ല, കാരണം ഇതിനെതിരായിട്ട് ഇത് വരും. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, നാണക്കേടെന്നുള്ള ഭാവം ഹൃദയത്തിൽ വരാൻ തുടങ്ങി. കൂട്ടുകാര് നിന്ദിക്കാൻ തുടങ്ങി, ഫ്രണ്ട് സർക്കിൾ മാറാൻ തുടങ്ങി, നാട്ടുകാരെല്ലാം എതിരാകാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ ഫീലിംഗ് ആയി. പക്ഷെ ഉള്ളിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ 10th റിസൾട്ട് വന്നു. ഞാൻ ദൈവാത്മാവ് പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ആ സമയത്ത് എനിക്ക് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലോട്ട് അഡ്മിഷൻ കിട്ടി. എൻ്റെ ഫാദറിൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ പോയി പഠിക്കണമെന്നുള്ളത്. കാരണം അച്ചാച്ചൻ്റെ നാട് അവിടെയാണ്, അമ്മച്ചിയുടെ നാട് അവിടെ പോയി പഠിക്കണമെന്നുള്ളത്. എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്നു. എൻ്റെ ആൻറ്റിയുടെ അടുത്താണ്. ആൻറ്റി എന്നോട് പറഞ്ഞു, കുഞ്ഞ്, ഞാൻ സാമ്പത്തികമായിട്ടെല്ലാം ചെയ്യാം, പക്ഷെ നീ നിൽക്കേണ്ടത് നിൻ്റെ ഫാദറിൻ്റെ വീട്ടിലാണ്. അന്ന് എൻ്റെ ഫാദറിന് 3 ബ്രദേഴ്സിൽ 2 പേരും വലിയ അപ്പച്ചന്മാരാണ്, 2 പേരുണ്ട്. അച്ചാച്ചൻ ഏറ്റവും ഇളയതാണ്. നേരം പറഞ്ഞു, നീ വല്യപ്പച്ചൻ്റെ അടുത്ത് നിൽക്ക്, എന്നിട്ട് നീ അവിടെ നിന്ന് പഠിക്കുക. അന്നേരം അവരെന്നെ അവിടെ നിർത്തി. ഞാൻ അങ്ങനെ കോളേജിൽ പോയി. ഞാൻ പെന്തക്കോസ്ത് സ്നാനപ്പെട്ടിട്ട് വന്നതേ ഉള്ളൂ. അവിടുന്ന് ഞാൻ വരുമ്പോൾ ബൈബിൾ എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി. എനിക്ക് ബൈബിളിൽ പ്രാർത്ഥന അറിയാം, ബൈബിളിലെ കുറച്ച് സ്നാനം, കുർബാന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാന്നുള്ള, മറ്റുള്ള യേശുവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ. വചനത്തിന്റെ യാതൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഇവിടെ വന്നു. ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. അങ്ങനെ ആയിരുന്നപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു ഇത് വന്നു, നീ ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, ഞങ്ങൾക്ക് നാണക്കേടാ, നീ ചർച്ചിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞാൻ കത്തോലിക്ക ചർച്ചിന്റെ പുറകിൽ പോയി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഞാൻ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ, വചനമുണ്ട്, പ്രാർത്ഥനയുണ്ടെങ്കിലും പതുക്കെ ഞാൻ ഈ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ഞാൻ ആൻറ്റിയുടെ അടുത്ത് ചെന്നപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, കുഞ്ഞ്, നീ കയ്യിൽ എന്തെങ്കിലും കഴുത്തിൽ എന്തെങ്കിലും ഇടണം, കാരണം ഇങ്ങനെ ഞങ്ങൾക്ക് നാണക്കേടാന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റിയുടെ തന്നെ ആഭരണം എനിക്ക് തന്ന് ഞാൻ അങ്ങനെ ഇട്ടു. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ സമയത്ത് ഞാൻ തീർത്തും പറയുകയാണ്, പ്രാർത്ഥന ഉള്ളിലുണ്ട്, പക്ഷെ ഞാൻ പതുക്കെ പിന്മാറ്റ അവസ്ഥയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരുന്നു. ലോകപരമായിട്ട് പോയില്ല എങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഞാൻ തിരികെ പോകാൻ തുടങ്ങി. അങ്ങനെ സിസ്റ്റേഴ്സുമായിട്ട് ഒത്തിരി കോണ്ടാക്റ്റ് ആയി. ഞാൻ എന്നും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അവിടെയും പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പലുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഇന്റർവെൽ സമയത്ത്, ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ആ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കും. സിസ്റ്റേഴ്സ് എന്നെ നല്ലപോലെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അവരെന്നെ വീണ്ടും മഠത്തിലേക്ക് വിളിക്കാൻ തുടങ്ങി. സിസ്റ്റർ ആകാനായിട്ടുള്ള ഇതിനെന്നെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ പിന്നെ ഈ ഒരു എങ്ങനെയെങ്കിലും സിസ്റ്റർ ആകും, ഒന്നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, അല്ലെ മനുഷ്യന് വേണ്ടി ജീവിക്കണം. ഈ 2 കാര്യം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ 2 കാര്യം, ഒന്നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, അല്ല മനുഷ്യന് വേണ്ടി ജീവിക്കണം. ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കോളേജിൽ പോകുമ്പോൾ 6 ക്രോസ് ചെയ്ത്, വള്ളത്തേൽ ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് ബസ് പിടിച്ച് പോകാനായിട്ട്. അങ്ങനെ എന്നെ എന്നും കടത്തുന്ന ആള് അവിടെ ആ സമയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ആളെ ക്രോസ് ചെയ്യാനായിട്ട് അയാൾ വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഞാനിങ്ങനെ വരുന്ന സമയത്ത് തീരത്തോട് ചേർന്ന് വരും, കോളേജിലോട്ട് പോകുന്ന സമയം, തീരത്തോട്ട് ചേർന്ന് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തോ എനിക്കറിയില്ല, അദ്ദേഹം എന്ത് ചെയ്തോ, വള്ളം മറിഞ്ഞു. ഞാൻ വെള്ളത്തിലോട്ട് പോയി. കാരണം എനിക്ക് അന്ന് ഒത്തിരി മുടിയുണ്ട്. അന്നേരം ഈ മുടി ഇങ്ങനെ പൊങ്ങി വന്നു. ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലുള്ള പുസ്തകം മാത്രം ഞാൻ ഇറുക്കി പിടിച്ചു, ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനിങ്ങനെ താഴോട്ട് ഇങ്ങനെ താന്ന് 4 വശത്തും ആൾക്കാരിറങ്ങി എൻ്റെ മുടിയെ പിടിച്ച് വലിച്ച് വെളിയിൽ കൊണ്ടുവന്നു. ഞാൻ വളരെ കരഞ്ഞുകൊണ്ട് ഞാൻ തിരികെ വീട്ടിൽ വന്ന് ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല ആരോടും. ഞാൻ മൊത്തം നനഞ്ഞ് വന്നത്. വഴിയിൽ പോകുന്നവരെല്ലാം എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, വെള്ളത്തിൽ വീണോ? ഞാൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. അവിടെ നിന്ന് ഞാനൊരു റൂമിൽ കയറിയിരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്നെ അറിഞ്ഞു. എൻ്റെ ഹൃദയത്തിനകത്തൊരു ഭയങ്കര ഭാരം തോന്നി. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷയാ ദൈവം എനിക്ക് തന്നെന്നുള്ളൊരു ഫീലിംഗ് തോന്നി. ഞാനിങ്ങനെ റൂമിൽ കയറി ഇന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനിയും എൻ്റെ അപ്പനും അമ്മയും അടുത്തേക്ക് എന്നെ തിരികെ കൊണ്ടുപോകണം, എനിക്ക് ഇവിടെ നിൽക്കേണ്ട. ഞാൻ എൻ്റെ അമ്മച്ചി അറിഞ്ഞ ദൈവത്തിലേക്ക് ഞാൻ തന്നെ തിരികെ പോവുക എന്നുള്ള ഒരു ദൈവസന്നെ തീരുമാനമെടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് രാത്രിയിൽ എൻ്റെ മദർ ഒരു സ്വപ്നം കണ്ടു. ഞാൻ നഷ്ടപ്പെട്ടു പോയി, എന്നേക്കുമായി ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അനുഭവം എൻ്റെ മാതാവ് കണ്ടു. എൻ്റെ പിതാവിനോട് പറഞ്ഞു. ചർച്ചിൽ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ്
ഇങ്ങനെ കോളേജിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വരാറായപ്പോഴത്തേക്ക് എൻ്റെ ഫാദർ വന്നു, പറഞ്ഞു ഇനി നീ ഇവിടെ പഠിക്കണ്ട, നീ പോരാൻ പറഞ്ഞു. അന്നേരം എനിക്ക് മാനസികമായി എനിക്ക് ദുഃഖം, കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നു. കാരണം ഒത്തിരി കോളേജുകളിൽ നിന്നൊക്കെ ഒത്തിരി ദൂരമാണ്. എൻ്റെ വലിയ പേരപ്പച്ചൻ പറഞ്ഞു അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ, അവൾക്കൊരു ഭാവി വരട്ടെ, അല്ലെങ്കിൽ സംസ്കൃതം പഠിച്ചുള്ള ഒരു ടീച്ചറാകട്ടെ, ഞങ്ങളുടെ ഫാമിലിയിൽ കൂടുതലും ടീച്ചേഴ്സാണ്, അന്നേരം ടീച്ചറാകട്ടെ, ഇവളെ ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫാദർ പറഞ്ഞു വേണ്ട, കൊണ്ടുപോവുക, അവൾക്ക് വേണ്ടി ദൈവം വെച്ച വഴി അവൾ ദൈവം തുറന്നോളൂ എന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ വരുന്ന വഴിക്കും ഞാൻ എൻ്റെ കയ്യിലൊരു വളയൊക്കെ ഉണ്ട്, ഞാൻ അതെല്ലാം ഇട്ടാണ്. എൻ്റെ ഫാദർ എന്നോട് ഊരാനൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ വന്നു, വഴി എത്തിയപ്പോൾ ഞാൻ തന്നെ അത് ഊരി, എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്നെല്ലാം ഊരി മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ കയറി വന്നു. ഞാൻ തിരികെ വരുമ്പോഴേ എൻ്റെ ഫ്രണ്ട് സർക്കിളെല്ലാം ചർച്ചിലോട്ട്, കത്തോലിക്ക ചർച്ചിലോട്ട് പോകും. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വണ്ടിയില്ല, ഒരു ബസ്സേ ഉള്ളൂ, എല്ലാവരും നടന്നു പോകണം. നാടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്, റോഡെന്ന് പറയുന്നത് ചെറിയ റോഡാണ്, വാഹനങ്ങളില്ല, ലൈറ്റ് ഇല്ല. ഞങ്ങളുടെ ആ സമയം എന്ന് പറയുന്നത്, ഞങ്ങൾ മലബാറിൽ ചെന്ന് കയറുന്ന സമയത്ത് തന്നെ 98% പുല്ലിട്ട വീടുകളാണ്. 2% വല്ലതും ആ ദേശത്തെന്ന് പറയുന്ന ആ ഏരിയയിൽ ഒരു ഓടിട്ട വീടേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നെന്ന് പറഞ്ഞ ഒരു 95 ഇതും ആൾക്കാരും പുല്ലിട്ട വീടുകളായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഓടിലേക്ക് കടന്നു വന്നത്. അത്രയും ഗ്രാമത്തിന് ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത്. എനിക്ക് നാട്ടിൽ നിന്ന് പഠിച്ച് നാട്ടിലെ എല്ലാ സുഖവും, പിന്നെ ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. അങ്ങനെ വളരെ വിഷമിച്ച് വീട്ടിൽ വന്ന് നിന്നു. ചർച്ച് പാസ്റ്ററും എല്ലാവരും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയി. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറി, പിന്നെ ഞാൻ തിരികെ ദൈവസന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെന്ന് പറഞ്ഞാൽ അന്യഭാഷയെ ഞാൻ ആരാധിക്കത്തില്ല. ഞങ്ങളുടെ ചർച്ചിലെല്ലാം എൻ്റെ പ്രായമുള്ള കുട്ടികളെല്ലാം ആരാധിക്കാൻ തുടങ്ങി. എനിക്കത് കിട്ടിയിട്ടില്ല. അന്നേരം എന്നും ഈ അമ്മച്ചിമാരെപ്പോഴും എന്നെ വഴക്ക് പറയും, ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാ അമ്മച്ചിമാരും വഴക്ക് പറയും അന്യഭാഷ പ്രാപിക്കാത്തതിന്. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും, ഉപവസിക്കും, പക്ഷെ എനിക്ക് കിട്ടത്തില്ല, ദൈവം തരത്തില്ല. ഇങ്ങനെ ഞാൻ ഇരുന്ന് ഇങ്ങനെ വളരെ വിഷമിച്ചു. എനിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള വഴികളെല്ലാം ദൈവം അടച്ചു വെച്ചു. ഞാൻ അയക്കുന്ന കോളേജ്, കാരണം ലെറ്റർ വരുന്നത് ഒത്തിരി ലേറ്റാണ്, അഡ്മിഷന്റെ ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് അവിടെ ലെറ്റർ വരുന്നത്. അങ്ങനെ എനിക്ക് ഒരു വഴിയും തുറക്കാതെ 1 വർഷം ഇങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ നിൽക്കുക. വളരെ ഭാരപ്പെട്ടു, ദൈവം എന്ത് ചെയ്യണം. അങ്ങനെ ആയപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ, ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചർച്ചില്, എനിക്ക് മാത്രം അന്യഭാഷ, എൻ്റെ ഏജിലുള്ള എൻ്റെ ഇളയത്തുങ്ങളെല്ലാം അന്യഭാഷയുണ്ട്, എനിക്ക് മാത്രം കിട്ടത്തില്ല. ഞാൻ വളരെ പ്രാർത്ഥിച്ചു. എനിക്ക് പിന്നെ മനസ്സിനകത്ത് ഇതൊക്കെ ഇവർ പറയുന്നതായിരിക്കും ചുമ്മാതെ എന്നുള്ളൊരു ചിന്തയായി. ഞാനിങ്ങനെ ഇന്ന് ഒരു ദിവസം കണ്ണുനീരോട് ആരാധനയ്ക്ക് സ്തോത്ര കാഴ്ചയെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം അറിയാതെ ഞാൻ മാത്രം ദൈവം എനിക്ക് അന്യഭാഷ ദർശനത്തോടുകൂടി, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു വിശ്വാസിയെ ദൈവം കാണിച്ച ദർശനത്തോട്, അവരുടെ അവസാനം വരെയും ദൈവം എന്നെ കാണിച്ചു. അങ്ങനെ ഞാൻ അന്യഭാഷ പ്രാപിച്ചു. അതിനുശേഷം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് എനിക്ക് ഭാവിയൊന്നും ദൈവം തുറക്കുന്നില്ല. ഞാൻ ടൈപ്പ് പഠിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ മാറി, വേറൊരു പാസ്റ്റർ അവിടെ കടന്നു വന്നു. പാസ്റ്റർ ആൻറ്റി എന്നോട് പറഞ്ഞു, റീന നിനക്ക് ഇവിടെ വെറുതെ നിന്ന് നീ സമയം കളയാതെ നീ പോയി ബൈബിൾ കോളേജിൽ അങ്ങനെ പഠിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാസ്റ്റർ ആൻറ്റി എനിക്ക് സുവിശേഷ വേലയോടൊന്നും താല്പര്യമില്ല, കാരണം നിങ്ങളെപ്പോലെ ഈ വീട് കയറി നടക്കുകയും മറ്റുള്ളവരുടെ വാങ്ങിക്കുന്നത് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന അനുഭവമല്ല. എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് ആര് പറഞ്ഞു ബൈബിൾ കോളേജിൽ പോകുന്ന പാസ്റ്റർ ആകാനും സുവിശേഷ വേലയ്ക്കാനും? നീ പോയി ബൈബിൾ പഠിക്കാൻ വേണ്ടി പോകുന്നു, നിനക്കൊരു വഴി തുറന്നിട്ടില്ല, നീ അത് കഴിഞ്ഞ് തിരികെ വന്ന് നീ എവിടെയെങ്കിലും പഠിക്കാൻ കയറാൻ പറഞ്ഞു. അങ്ങനെ ആ സമയം എന്ന് പറയുന്നത് ഞാൻ ആൻറ്റി എന്നെ ഇത് ചെയ്തു. ഞാൻ ടൈപ്പിംഗ് പഠിച്ചു കൊണ്ടിരിക്കുക, ഷോർട്ട് ഹാൻഡിലോട്ട് കയറിയതേ ഉള്ളൂ. അന്നേരം എൻ്റെ ഫാദർ പറഞ്ഞു അതും ഇല്ല ഇതും ഇല്ല, നീ എല്ലാം പകുതിയാക്കിയിട്ട് പോകുന്ന ഒരു സ്വഭാവമാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഫാദർ എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പലയിടത്തും നോക്കി, ഒരിടത്തും അഡ്മിഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് 1 വർഷം പോയാൽ കിട്ടിയാൽ മതി, എവിടെയെങ്കിലും ബൈബിൾ കോളേജിൽ പോകണമെന്നില്ല, 1 വർഷം പോകണം. അത്ര വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കളയാതെ 1 വർഷം പോകണം. അങ്ങനെ ഇരിക്കുമ്പം പാസ്റ്റർ അന്വേഷിച്ചിട്ട് പറഞ്ഞു വയനാട്ടിലൊരു ബൈബിൾ കോളേജ് ഉണ്ട്, നീ ബൈബിൾ സ്കൂൾ ആയിട്ടുണ്ട്, നീ പോകുന്നെങ്കിൽ അവിടെ പോകാൻ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ഫാദർ ഭയങ്കരമായിട്ട് എതിരായി. കാരണം കാരണം ഇത് കംപ്ലീറ്റ് എന്തെങ്കിലും ഒരു ഭാവി, നീ പഠിച്ച് എന്തെങ്കിലും മുന്നോട്ട് വന്നെങ്കിലോ ഇളയത്തിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഭാവിയുള്ളൂ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ ഫാദർ ഭയങ്കരമായിട്ട് എതിരായിട്ട് എന്നോട് പറഞ്ഞു നീ സുവിശേഷയിലേക്ക് പോവുകയാണ്, എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നേരം ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ എന്നെ കൊണ്ടുപോവുക.
കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ഞങ്ങളെ അന്വേഷിച്ച് വീട്ടിൽ കയറി വന്നു. അവനോട് പറഞ്ഞ് ഇങ്ങനെ പോവാന്നല്ല പറഞ്ഞ് പഠിക്കാൻ പോവാ. അവൻ എൻ്റെ കയ്യിൽ ഒരു 300 രൂപ തന്നു. അത് മാത്രം പഠിക്കാൻ പോവാന്ന് പറഞ്ഞത് കൊണ്ട് അവൻ എനിക്ക് 300 രൂപ തന്നു. ഞാൻ പാസ്റ്റർ എന്നെ കൊണ്ടാക്കി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങള് ചിന്നായമ്മച്ചി എന്ന് പറയുന്ന എബനേസർ ബൈസ്കൂളാണ്. അത് നല്ലൊരു, എനിക്ക് ഒരിക്കലും മറക്കാം, എന്നെ വാർത്തെടുത്ത ഒരു സ്ഥാപനം അതാണ്. ഞാൻ വിളിക്കുന്ന അമ്മച്ചി, ഞങ്ങളാണ് ആ ബാച്ചുകാരാണ് അമ്മച്ചി എന്ന്. കാരണം 65 വയസ്സ് ഒരു അമ്മച്ചിയെ വിവാഹം കഴിക്കാതെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയുടെ അടുത്ത് ചെന്നു. അമ്മച്ചി, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ദൈവം അമ്മച്ചിക്ക് ദർശനം കാണിച്ചു. ദൈവം ഇന്ന് എൻ്റെ ഫുൾ രൂപം അമ്മച്ചിയെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വേലയ്ക്കുള്ളതാ, നീ അതിനെ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അമ്മച്ചി ഞാൻ ചെന്ന് കയറി ഉടനെ പറഞ്ഞു, ഇവിടത്തെ ഫുൾ കോട്ട കംപ്ലീറ്റ് ആന്ന് പറഞ്ഞു, ഇവിടെ വേക്കൻസി ഇല്ലെന്ന്. കാരണം അന്നൊന്നും ഫോൺ കോൾസ് ഇല്ല, ഒന്നുമില്ല, ഒരു കട്ടില്ല. നമ്മൾ വിശ്വാസ ബൈബിൾ കോളേജിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ. അന്നേരം പാസ്റ്റർ ഭയങ്കര നിരാശനായി. അത് കഴിഞ്ഞ് അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിലെ ദൈവം എന്നെ ഒരു പെൺകുഞ്ഞിനെ കാണിച്ചു, അത് നിന്റെ രൂപമാ, അതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ എടുക്കുക, കാരണം നീ ഇവിടെ നിൽക്ക്. ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി വ്യത്യാസമാണ്, ഞാൻ വിശ്വാസത്താലാ ഇത് പഠിക്കാൻ, ഞാനൊരു സപ്പോർട്ട് വാങ്ങിക്കുന്നില്ല. പാസ്റ്ററോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, നീ അകത്ത് കയറി പോകാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കയറുമ്പോൾ വാർഡന് ഈ പെൺകുട്ടികളെ എല്ലാം ഇട്ട് ഏതോ ഒരു വിഷയത്തിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം നമ്മൾ ഇങ്ങനൊന്നും സാഹചര്യങ്ങൾ കണ്ടിട്ടോ ഭയങ്കരമായിട്ട്. അന്നേരം പെൺകുട്ടികളെല്ലാം പറയുക. അന്നേരം ഈ അമ്മച്ചി എന്നോട് ഒരു വാക്ക് പറഞ്ഞു, അകത്തോട്ട് കയറി വന്നിട്ട്, ഇവരെ പോലെ നീ ആകരുതെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ട് ഞാൻ ഓർത്ത്, എന്തുവാ ദൈവം, എന്തുവാ ഈ സംഭവം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതിനൊന്ന് ഉച്ചക്കലത്തെ ഭക്ഷണം എനിക്ക് തന്നു എൻ്റെ കൂട്ടുകാർ, അന്നുണ്ടായിരുന്ന സീനിയർ. ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എന്നോട് പറഞ്ഞു, തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കുറെ കഴിയുമ്പോൾ തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ആയി. എന്നെ അവിടെ നിർത്തി. എൻ്റെ ജീവിതത്തിൽ എന്നെ വിശ്വാസം ആദ്യം പഠിപ്പിച്ചു. കാരണം അത് ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത് വിശ്വാസത്താൽ നടക്കുന്നതാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അങ്ങനെ അവിടെ വിശ്വാസ ജീവിതം പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്നെ അമ്മച്ചി വീട്ടിൽ വിടും, എല്ലാവരെയും വീട്ടിൽ വിടും, എന്നെ വിടത്തില്ല. എന്നോട് പറഞ്ഞു, എന്നെ വെക്കേഷൻ അമ്മച്ചിയുടെ കൂടെ നിർത്തും, അല്ലെങ്കിൽ ബദൽ ആശ്രമം അവിടെ അടുത്തുണ്ട്, അവിടുത്തെ അമ്മച്ചിമാരുടെ സുവിശേഷ വേലയ്ക്ക് വിടും. രാത്രിയിൽ അമ്മച്ചിയുടെ അടുത്ത് വന്ന് താമസിക്കും. ഞാനും അമ്മച്ചിയും വെക്കേഷൻ മൊത്തം ഞാനും അമ്മച്ചിയും ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും. എന്നോട് പറഞ്ഞു, നീ എന്ന് കർത്താവിന്റെ വേലയ്ക്ക് യോഗ്യതയായി തീരുമോ അന്ന് ഞാൻ വിടും. അന്നേരം എൻ്റെ അമ്മച്ചിക്കും എൻ്റെ അച്ചാച്ചനും അയക്കും, അല്ലെ ഏതെങ്കിലും പാസ്റ്റേഴ്സ് ആ സൈഡിൽ നിന്ന് വരുന്നവരോട് പറഞ്ഞു വിടും, ഇന്ന കാരണത്താൽ ഞാൻ അവളെ നല്ല പക്വതയുള്ള വ്യക്തിയായതിനു ശേഷം ഞാൻ പറഞ്ഞു വിടാമെന്ന്. അങ്ങനെ അമ്മച്ചി എന്നെ എല്ലാ കാര്യങ്ങളും, സ്കൂളിൻ്റെതായ എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. ബാങ്കിങ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക, പോവുക, ഇതെല്ലാം എന്നെ പഠിപ്പിച്ചു. അമ്മച്ചിയുടെ കൂട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് വിടാൻ തുടങ്ങി. ദൈവം എന്നെ പല ദർശനങ്ങളെ, ശുശ്രൂഷ രംഗങ്ങളിലേക്കൊക്കെ ദൈവം എന്നെ കയറ്റുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ പഠിത്തം കഴിഞ്ഞ് അവിടെ എന്നെ ഒരു വർഷം അവിടുത്തെ ടീച്ചറായിട്ട് വെച്ചു. ആ സമയത്ത് എനിക്ക് ഒത്തിരി ഓപ്പണിങ്, അമ്മച്ചി ആരെല്ലാം വിളിക്കും അവിടെ എല്ലാം എന്നെ പറഞ്ഞു വിടും. എന്നെ ശുശ്രൂഷയ്ക്കുള്ള മേഖലകൾ ദൈവം തുറന്നു വന്നു. ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു സ്റ്റേജിൽ, വയനാട്ടിൽ തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സ്റ്റേജിൽ മെസ്സേജ് കഴിയുമ്പോൾ ആഗ്രയിൽ നിന്നൊരു ദൈവദാസനും കുടുംബവും അവിടെ വന്നു. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ ആഗ്രയിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്യാം. അങ്ങനെ അദ്ദേഹം മീറ്റിംഗ് എന്നെ വിളിച്ചൊരു അഡ്രസ്സ് തന്നു. എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ആ സമയത്തേക്ക് എൻ്റെ സിസ്റ്റർ നേഴ്സിംഗ് കംപ്ലീറ്റ് ആയി. നേരം അങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നീ സിസ്റ്ററേയും കൊണ്ട് വാ, ഞാൻ അവിടെ ജോലി വാങ്ങിച്ചു തരാം, അവിടെ നീ കൊണ്ടുവരാ, നിങ്ങൾ രണ്ടുപേരും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈസ്കൂളിൽ അമ്മച്ചിയോട് ഈ വിഷയം പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞാൽ എന്നെ വിടത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അമ്മച്ചിയോടും അച്ചാച്ചനോട് ഇങ്ങനെ പറഞ്ഞു. അച്ചാച്ചൻ പറഞ്ഞു, വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തുമില്ല, ഇവിടുന്ന് ഇറങ്ങാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഈ പാസ്റ്റർ വീട്ടിലോട്ട് കത്തയച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ ലെറ്ററിൽ കൂടെ ഉള്ള സമ്പർക്കങ്ങളായി. ഡേറ്റ് തന്നു, ടിക്കറ്റ് എടുത്തു. അന്നേരം എൻ്റെ ഫാദർ ഓടി നടന്ന് വിവാഹാലോചനയ്ക്കുള്ള ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് കയറി പോകുന്ന ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാസ്റ്റർ വന്ന് എന്നെ കണ്ടു. പിന്നെ വീട്ടുകാർ ആ വിവാഹത്തിന് വേണ്ടി മുന്നോട്ട് പോയി. ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ആദ്യം ആഗ്രയിൽ കടന്നു വന്നു. ആഗ്രയിൽ മിനിസ്ട്രി ചെയ്തു. അത് കഴിഞ്ഞ് പാസ്റ്റർ ആൻറ്റി എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും, പാസ്റ്റർ ആൻറ്റി എൻ്റെ കൂട്ടത്തിലുണ്ട്. ആൻറ്റി ഇല്ലാതെ തന്നെ അവർ രണ്ടുപേരും ഒന്നും ദൈവസേന വിശ്രമിക്കുകയാണ്. എനിക്കൊരു
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു വഴി ആ ദേവദാസനും ദാസിയാണ് തുറന്നു തന്നത്. ആ കുടുംബമാണ് എന്നെ, എൻ്റെ സിസ്റ്ററിന് അവിടെ നേഴ്സിങ്ങിന് അവിടെ ഒരു ഹോസ്പിറ്റൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. അവൾ അവിടെ ക്വാർട്ടേഴ്സിൽ താമസമായി. ഞാനും ആൻറ്റിയും ചിലപ്പം പാസ്റ്ററും കൂട്ടത്തിൽ വരും. ഇങ്ങനെ മിനിസ്ട്രിക്ക് അവിടെ ആ ഏരിയയിൽ ഓരോരുത്തർ വിളിച്ചു. അങ്ങനെ യു പിയിലെ മിനിസ്ട്രി കഴിഞ്ഞു, ഹരിയാനയിൽ കയറി, ഹരിയാനയിൽ നിന്ന് പഞ്ചാബ് ബോർഡറിലെത്തി, ബോർഡറിൽ നിന്ന് ഡൽഹിക്ക് വന്നു. ഇങ്ങനെ ഓരോ ദൈവദാസന്മാർ എന്നെ വിളിക്കുന്നതനുസരിച്ച് ഞാൻ ശുശ്രൂഷ. അന്ന് എനിക്ക് നല്ല ദൈവം എന്നെ അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സമയമായിരുന്നു. രോഗികളെ പലവിധമാകുന്ന ശുശ്രൂഷകൾ, ജനത്തെ വിവേചിക്കുക, അങ്ങനെയുള്ള ദൈവം അതുപോലെ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞാൻ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് ദൈവം എന്നെ രാജസ്ഥാനിലേക്ക് കൊണ്ടുവന്നു. രാജസ്ഥാനിൽ ഞാൻ വന്നു. ഡോക്ടർ തോമസ് മാത്യു കണ്ട അങ്കിളിൻ്റെ ഒരു സ്വഭാവമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കുന്നവരെ കണ്ടാൽ അങ്കിള് അതിനുള്ള വളരെ അതിന് പ്രോത്സാഹനം തരും. അങ്കിൾ എന്നെ ഒരാഴ്ച അവിടുത്തെ മിനിസ്ട്രിക്ക് വേണ്ടി അവരുടെ ഏരിയയിൽ ഉപയോഗിച്ചു. ആ സമയത്ത് എൻ്റെ ഗുജറാത്തിൽ നിന്ന് അവിടെ പഠിപ്പിക്കാനായിട്ട് ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം നമ്മുടെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എൻ്റെ ആൻറ്റിയോട്, എൻ്റെ കൂട്ടത്തിൽ വന്ന ആൻറ്റിയോട് ചോദിച്ചു, ഗുജറാത്തിൽ ഒരു ദിവസത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം ആൻറ്റി പറഞ്ഞു, ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. ആൻറ്റി എന്നാ പറഞ്ഞു, ഒരു ദിവസത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഗുജറാത്തിൽ വന്നു. ഒരു ദിവസം അത് 2 ദിവസമാക്കി. അങ്ങനെ ഗുജറാത്തിലെ അവരുടെ വീട്ടിലെ മീറ്റിംഗ്, അവരുടെ ആ ഏരിയയിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഗാന്ധിനഗറിൽ എനിക്ക് ഗാന്ധിനഗർ IPC ചർച്ചിൽ മീറ്റിംഗ് വെച്ചു. അന്ന് ആ സമയത്ത് ഗാന്ധിനഗറിലെ പാസ്റ്റർക്ക് എന്തോ സുഖമില്ലാത്തതുകൊണ്ട്, എന്തോ കാരണത്താൽ ആ ചർച്ചിലെ മീറ്റിംഗ് എൻ്റെ ഇന്നത്തെ ഞാൻ വസിക്കുന്ന വീട്ടിലോട്ട് വെച്ചു മീറ്റിംഗ്. ആ വീട്ടിൽ അന്ന് പപ്പ പാൾസിപ്പർ, എൻ്റെ ഫാദറിലോ അന്ന് ആയിരിക്കുന്ന വ്യക്തി, പപ്പ പാൾസിപ്പർ മലേറിയ ആയിട്ട് കിടക്കുകയാണ്. ഈ വീട്ടിൽ മീറ്റിംഗ് വെച്ചു. ഞാൻ വന്ന് ശുശ്രൂഷിച്ചു. ഞാൻ തിരികെ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ തന്ന വീട്ടിൽ ഞാനും ആൻറ്റിയും കടന്നുപോയി. ആ വീട്ടിൽ വന്നു. ഇതിനു മുമ്പ് ദൈവാത്മാവ് ഈ ഭവനത്തോട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭവനത്തോട് ദൈവാലോചന ഉണ്ടതാണ്. വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കും. ജെയിംസിന് വേണ്ടിയുള്ള വ്യക്തി വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തിയായിരിക്കും. ഞാൻ വന്ന് ഇവിടെ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ വീട്ടിലുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ആ ആലോചന തോന്നിച്ചു. അവര് പിറ്റേ ദിവസം രാവിലെ ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ അനിയനും എൻ്റെ അമ്മായിയമ്മയും അവിടെ വന്നു. എന്നോട് പറഞ്ഞു, ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവഗീതമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവഗീതമാണെന്ന് പറയാൻ പറഞ്ഞു. ദൈവഗീതമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞില്ല, ആൻറ്റിയോട് പറഞ്ഞു, ഇന്നപോലെ ഈ കുഞ്ഞിൻ്റെ ഒരു പ്രപ്പോസലിന് വേണ്ടി ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചോദിക്കുന്നില്ല, ഇന്നതൊക്കെ ഉണ്ടാന്ന് വന്നു. അന്നേരം ആൻറ്റി പറഞ്ഞു, ഇവളുടെ വിവാഹം എല്ലാം ഫിക്സാ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവളുടെ അഡ്രസ്സ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അഡ്രസ്സ് തരാം. പക്ഷേ ഈ വിഷയമൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അഡ്രസ്സ് കൊടുത്തു. എന്നോട് പറഞ്ഞു, നിന്റെ അഡ്രസ്സ് ഇവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അഡ്രസ്സ് കൊടുത്തു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഇവരോട് ദൈവാലോചന പറഞ്ഞിട്ടുള്ളതാണ്. ഫോട്ടോ എല്ലാം ഇവർ വീട്ടിലോട്ട് അയച്ചു. മാരേജ് പ്രപ്പോസൽ എല്ലാം അയച്ചു. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ മിനിസ്ട്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ടെലഗ്രാം ആഗ്രയിൽ വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് നാട്ടിലോട്ട് വരാൻ പറഞ്ഞു. മതി, ഇനി നോർത്ത് ഇന്ത്യയിൽ എൻ്റെ ഫാദർ എനിക്കൊരു ടെലഗ്രാം ആയിട്ട് അടിച്ചു. അന്ന് ഫോൺ കോൾസ് ഇല്ല. ഞാൻ ടെലഗ്രാം വന്ന് പെട്ടെന്ന് ഞങ്ങളെ ഫോൺ ചെയ്ത് ഞങ്ങളെ ആൻറ്റിയോട് പറഞ്ഞു, ഇന്നുപോലെ വരാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. ഞാൻ നാട്ടിൽ ചെന്നു. നേരത്തെ തന്നെ ഇവരുടെ ലെറ്ററും ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞ് എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചു, ഇതെന്തോ വന്നു. ഞാൻ പറഞ്ഞു, ഇന്നപോലെ എനിക്കറിയത്തില്ല, അവർ ഇങ്ങനെ വന്നു. അന്നേരം ഈ ആൻറ്റി ഈ പാസ്റ്റർ കത്തയച്ചായിരുന്നു വീട്ടിലോട്ട്, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവൾക്ക് ഓൾറെഡി കല്യാണം പ്രപ്പോസലാ, ഇതൊന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. ആ സമയത്ത് ഈ കത്ത് എൻ്റെ ഫാദർ വായിച്ചിട്ട് പറഞ്ഞു, നമുക്കിത് വേണ്ട, ഇത്രയും ദൂരമൊക്കെ വേണ്ട, ഇതങ്ങ് തിരിച്ചയച്ചേക്കാൻ പറഞ്ഞു. എന്നെ കൊണ്ട് തന്നെ അത് തിരിച്ചയപ്പിച്ചു. ദൈവകൃപയാൽ ആ കത്ത് ഇവർക്ക് ലഭിച്ചിട്ടില്ല. അത് ദൈവം എവിടെയോ തടഞ്ഞു വെച്ചു. അങ്ങനെ ഞങ്ങളുടെ സഭയിൽ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനുള്ളത്. പാസ്റ്റർ ആ ദേശത്തുണ്ടായിരുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ദൈവദാസനാണ്. അന്നേരം ആ സമയത്ത് ദേശത്ത് 2 സഭയായി. അതിൽ ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ വളരെ രാവും പകലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ വീട്ടിൽ വന്നു. ഞങ്ങൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പാസ്റ്റർ വരും, പ്രാർത്ഥിക്കും. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ഈ നാട്ടിലെ കല്യാണം നടക്കത്തില്ല, അത് ദൈവഹിതമല്ല. അത് പിന്നെ നിനക്ക് ഈ കേരളത്തിൽ ഒരു മിനിസ്ട്രി ഇല്ല,
ദൈവം നിന്നെ വേറൊരു ഭാഷക്കാരൻ, നിനക്കറിയാൻ മേലാത്ത ജനത്തിന്റെ ഇടയിലാണ് ദൈവം നിന്നെ കൊണ്ടുപോകും. അന്നേരം ഇതിങ്ങനെ പാസ്റ്റർ കൂടെ കൂടെ വീട്ടിൽ വരുമ്പോഴും ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് ചെല്ലുമ്പോഴെല്ലാം പാസ്റ്റർ എന്നോട് പറയും, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് ഞങ്ങൾ ആദ്യത്തെ വിവാഹം ഞങ്ങൾ തയ്യാറാകുമ്പോൾ അവർ തയ്യാറാകത്തില്ല, അവസാനം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അന്നേരം ഈ രണ്ട് വിവാഹവും ഇങ്ങനെ കിടക്കുന്ന കാരണം പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞെ ദൈവസന്നെ ഇരുന്ന് പ്രാർത്ഥിക്ക്, നിന്റെ ആദ്യം ഇവിടുത്തെ കേരളത്തിലെ നടക്കരുത്, നടന്നാല് എൻ്റെ അമ്മച്ചിയോടും അച്ചാച്ചനോടും പറഞ്ഞു എന്തോ അനർത്ഥം വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ വിവാഹത്തിന് എഗ്രി ആകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരുന്നപ്പോൾ എൻ്റെ ഫാദർ വാക്ക് പറഞ്ഞാൽ വാക്കാ പാസ്റ്റർ, ജീവിതത്തിൽ എന്ത് വന്നാലും അത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്ററും കുറച്ച് വിശ്വാസികളെല്ലാം കൂടെ തീരുമാനിച്ചു നമുക്ക് ഈ കൊച്ചിന്, കാരണം എന്നോട് വലിയ സ്നേഹമോ, കാരണം ഞാൻ ശുശ്രൂഷയിലായിരുന്നു, എനിക്ക് ദേശത്ത് ഒത്തിരി എതിരുണ്ട്, കാരണം പെൺകുട്ടികളെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ആ ദേശത്ത് നിന്ന് ആദ്യമായിട്ട് ഇറങ്ങിയതാണ്, അതിൻ്റെ പേരിൽ ഒത്തിരി വിരോധങ്ങളുണ്ട്, ഒരു സൈഡിൽ വിശ്വാസികളുടെ വിരോധമുണ്ട്, എന്നാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെ ഞങ്ങള് പാസ്റ്റർ പറഞ്ഞ് ഉപവാസിച്ചു 3 ദിവസം. അതിലാദ്യം ആരുടെ വിവാഹാലോചന വരുന്നു അതിന് ഞാൻ വരും, പാസ്റ്റർ ഒരു എഗ്രിമെന്റ് തന്നു, അല്ലെങ്കിൽ കുഞ്ഞൻ ഞാൻ ഒന്നിനും വരത്തില്ല, വേറെ ആൾക്കാരെ വിളിച്ചോണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉപവാസം കഴിഞ്ഞു. എൻ്റെ ഫാദർ ഒരു ദിവസം ഇരുന്നു, പിന്നെ ഇരുന്നിട്ടേ ഇല്ല. ഫാദർ മറ്റു കല്യാണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാമായിട്ട് നടക്കുക. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് എടുത്ത് വെക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്കിൾ എറണാകുളത്തുണ്ട്, ഇദ്ദേഹം ഞങ്ങളുടെ വീട് അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ കയറി വരുക. ഞങ്ങളുടെ വീടിന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്ന 1-2 ബസ്സേ ഉള്ളൂ. വളരെ നടന്ന് അദ്ദേഹം ക്ഷീണിച്ച് വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ ചർച്ചിൽ നിന്ന് ഇറങ്ങി വന്ന് വീട്ടിലോട്ട് അന്ന് പശുക്കളൊക്കെയാണ്, പശുവിന് വെള്ളം കൊടുക്കാനായിട്ട് വന്ന സമയം ഇപ്പം എന്നോട് വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, ആരാ അഹമ്മദാബാദിൽ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ എലിയാസറിന്റെ ജോലി ചെയ്യാൻ വന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ അങ്കിളിനെ വീട്ടിലിരുത്തിയിട്ട് എൻ്റെ അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് വന്നു. ആ സമയത്ത് എൻ്റെ ഫാദർ മറ്റേ കല്യാണം നടത്താനുള്ള സാധനമായിട്ട് കയറി വരിക. അന്നേരം ഫാദർ പറഞ്ഞു, കുറേ നേരം ഇരുന്ന് വെള്ളം എല്ലാം കുടിച്ചിട്ട് പറഞ്ഞു, അച്ചായ ഞാൻ ഇവിടെ കല്യാണം ഫിക്സാ, സാധനമായി വന്നേക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയത്തില്ല, എന്നോട് പറഞ്ഞ ഡ്യൂട്ടി ഞാൻ ചെയ്യാൻ വന്നു, നിങ്ങളുടെ ഇഷ്ടം. നേരത്തെ പാസ്റ്റർ വന്നു, കുറച്ച് വിശ്വാസികൾ വന്നു, എല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരമായി. അന്നേരം ഞങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ നമ്പർ തന്നു. ഇതിനു മുമ്പ് ദൈവം ഇവരോട് പറഞ്ഞത് കൊണ്ട് ഇവർ നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ട് വരാനുള്ളത്. അന്നേരം പറഞ്ഞു അവർ ടിക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്, ദൈവഹിതമാണ്, നിങ്ങളുടെ ഇഷ്ടം അവരെ അറിയിക്കാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ അങ്കിൾ ചോറുണ്ട് കഴിഞ്ഞ് അങ്കിൾ അങ്ങ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ തീരുമാനിച്ചു. എൻ്റെ ഫാദറിനോട് പാസ്റ്റർ പറഞ്ഞു, അച്ചായ ഇത്രയും ദൈവം അടയാളം തന്നിട്ടും അച്ചാൻ ഇതിന് എതിരായാൽ വരുന്ന അനുഭവങ്ങൾ വളരെ വലുതായിരിക്കും, കുഞ്ഞിനെ കൊണ്ട് ചതിക്കരുത്, അവൾക്കൊരു നമ്മുടെ നല്ലൊരു ഭാവിയുള്ള കൊച്ച്, അതിനെ ചതിക്കരുത്, ഇങ്ങനൊക്കെ പറഞ്ഞ് അച്ചാനെ കുറച്ചുകൂടെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആര് പോകും പറയാനായിട്ട്, അവരുടെ വീട്ടിൽ ചെന്ന് ആര് പറയും? പാസ്റ്റർ പറഞ്ഞു ഞാൻ പറയാം, നമ്മൾ ദൈവമക്കളെ തമ്മിൽ സംസാരിക്കുന്ന ഒരു പാസ്റ്റർ തന്നെ. എൻ്റെ ഫാദർ രാവിലെ പാസ്റ്റർക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണം ചെയ്തു കൊടുത്തു. പാസ്റ്റർ തന്നെ ചെന്ന് പറഞ്ഞു. അവിടെ വിവാഹം നിശ്ചയിച്ച ദിവസം ഇവരോട് അവിടെ വീട്ടിൽ വന്ന് വരാൻ പറഞ്ഞു, ഫോൺ ചെയ്ത് പറഞ്ഞു. ഇവർ വിശ്വാസത്താൽ ടിക്കറ്റ് എടുത്തു വെച്ചു, അവർ വീട്ടിൽ വന്നു. അങ്ങനെ എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ദൈവം ഇടയായി. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിച്ചതുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമല്ല, ദൈവം നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. എൻ്റെ യൗവനക്കാരായിരിക്കുന്ന എല്ലാ കുട്ടികളോടും ഞാൻ ആ യൗവനക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ഈ സാക്ഷി ഞാൻ പറയാറുണ്ട്, മൊത്തം പറഞ്ഞില്ലെങ്കിലും കുറച്ച് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവം നമുക്ക് ഉള്ളത് നമ്മളെ കൊണ്ടേൽപ്പിക്കും ദൈവം. അത് ദൈവനാമ മഹത്വത്തിനായി കാരണമായി തീരും. അന്നേരം ഇതിൻ്റെ ഇടയിൽ ഒരു വിഷയമുണ്ട്. ഇതിങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്കിൾ വന്ന് പറഞ്ഞു, അവനൊരു ഇച്ചിരി ഹാൻഡിക്യാപ്പാ, പക്ഷേ വണ്ടി ഓടിക്കും, 2 വീലർ ഓടിക്കും, ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും, ആ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, പേരൻസ് ജോലിക്കാരാ, നിങ്ങൾ ഒരു കാര്യം വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കാരണം അന്ന് ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ഒത്തിരി ആൾക്കാരുണ്ട്, ആരാ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാരെ നമ്മൾ മിനിസ്ട്രി ചെയ്തു, നമ്മൾ കടന്നുപോയി. എനിക്ക് വേറെ ആരും എനിക്ക് മമ്മിയെ ഓർമ്മയുണ്ട്, അനിയനെ ഓർമ്മയുണ്ട്, കാരണം അവർ രണ്ടാമത് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതുകൊണ്ട് എനിക്ക് അവരെ രണ്ടുപേരെ അറിയാം. വേറെ ഒരു കാര്യം ഈ വീടിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അന്നേരം എന്നോട് ചോദിച്ചു നീ കണ്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിൽ കയറി. അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു ശബ്ദം എന്നോട് പറയാ, നീ ഒരു സുന്ദരനായ വ്യക്തിയെ വിവാഹം കഴിച്ചു, അവൻ ഒരു ആക്സിഡന്റ് ആയി, അവന് വയ്യാതെ വന്നാൽ നീ അവനെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചു.
എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര, അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു വേദന വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ പാസ്റ്റർ എടുത്ത് ചെന്നപ്പോൾ പാസ്റ്റർ എന്നോട് ഒരു കാര്യം ചോദിച്ചു. നീ വിവാഹം കഴിച്ചിട്ട് അയാൾ ഒരു ആക്സിഡൻ്റ് ആയി, എന്തെങ്കിലും നമ്മൾ ഒരു അങ്ങപ്പങ്ങനായി ഒരു റൂമിനകത്ത് ഇരിക്കുകയാണെങ്കിൽ നീ എന്താ ഉപേക്ഷിച്ചിട്ട് നീ വീട്ടിൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. ബൈബിൾ നീ പഠിച്ച ആളല്ലേ, അന്നേരം നീ ഉപേക്ഷിച്ച് വീട്ടിൽ വരുമോ എന്ന് ചോദിച്ചു. ഇല്ല, ജീവിതകാലം മൊത്തം ആ വ്യക്തിയുടെ എഴുത്തുകൾ. അന്നേരം ഞാൻ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്നലെ ഇങ്ങനെ ദൈവം ഒരു ശബ്ദം കേട്ടു, എൻ്റെ കുഞ്ഞെ നീ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അത് പാസ്റ്റർ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിവാഹത്തിന് എഗ്രിയായി. എൻ്റെ വിവാഹം ഫെബ്രുവരിയിലെ ഗുജറാത്തിൽ വെച്ച് അവർ നാട്ടിൽ വന്നു. ഇതെല്ലാം എൻഗേജ്മെന്റ് പോലെ ഒരു ചെറിയൊരു ഇതായിട്ട് നടന്നു. അന്നും ഞങ്ങൾക്ക് ആർക്കും, കാരണം ഒത്തിരി ആൾക്കാരുണ്ട്, ചെറുക്കൻ ആരാന്നും വ്യക്തമായിട്ട് ആർക്കും മനസ്സിലായി. കാരണം പാസ്റ്ററും എല്ലാവരും പാസ്റ്റേഴ്സാണ് കൂടുതൽ വന്നവര്. ഇവരുടെ ഫാമിലിയിൽപ്പെട്ടവരും നാട്ടിലുള്ളവരെല്ലാം പാസ്റ്റേഴ്സ്, എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന കാരണം ആരാ എന്തോന്നൊന്നും അറിയത്തില്ല, ശരിക്കും കണ്ടിട്ടില്ല ആരും. കാരണം സമയം അത്രയേ ഉള്ളൂ, ഇവർക്ക് തിരിച്ചു പോകണം, എല്ലാം കൂടി ഒരു ചെറിയൊരു സമയമായതുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു കാര്യം ഒരു സംസാരം ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഞാൻ ഫെബ്രുവരി 12-ാം തീയതി ഗുജറാത്തിൽ വെച്ച് 94 വിവാഹം കഴിഞ്ഞു. ഇവിടെ ഞാൻ കടന്നു വന്നപ്പോഴാണ് ഞാൻ കേരളത്തിൽ ഞാനിങ്ങനെ ഓടി നടന്ന്, എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്രമമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു വ്യക്തി പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഒരു ഭാഷ അറിയത്തില്ല, എല്ലാ സാഹചര്യങ്ങളും വിപരീതമായിരിക്കുന്നു. ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ നീ എന്തിനാ എന്നെ വിട്ടത്? എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങളെ ഒരു ഗുജറാത്തിൻ്റെ ഒരു ബോർഡർ ഏരിയയിലേക്ക് ദൈവം ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളാണ്. അവിടെ വിശ്വാസ ജീവിതം പഠിക്കാനായിട്ട് ദൈവം കുടുംബമായിട്ട് ഞങ്ങളെ ദൈവം അനുവദിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും കൂടെ മിക്സ് കൾച്ചറിലുള്ള ഒരു ആരാധന. പെന്തക്കോസ്തുകാരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആഭരണം ഇടാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് വരാൻ തുടങ്ങി. വിധവയാണോ, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് വരാൻ തുടങ്ങി. സൊസൈറ്റിയിലുള്ളവർ പറയാൻ തുടങ്ങി എന്തുവാ ഞങ്ങൾ ഒളിച്ചോടി വന്ന് കാരണം അവർ നോക്കുമ്പോൾ രാത്രിയിലാണ്, ഞങ്ങൾ സന്ധ്യ ആകുമ്പോഴേ 6-7 മണി കഴിയുമ്പോഴാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി പോകുന്നത്. അന്നേരം ആൾക്കാർക്ക് ഇങ്ങനെ സംശയങ്ങളായി. പിന്നെ അവസാനം ഞങ്ങൾ ആൽബം എടുത്ത് കാണിച്ചു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. പിന്നെ പപ്പായും മമ്മിയും വന്നു. അങ്ങനെയൊക്കെ അവിടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ ഞാൻ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒത്തിരി അവിടെ ആ ദേശത്ത് ഭക്ഷണമില്ലാതെ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ച ആരാധനയ്ക്ക് കൂടി അവർക്ക് ദശാംശം കൊടുക്കാൻ ഒന്നും അറിയത്തില്ല. അവർ കാരണം എല്ലാവരും ഒരു ക്ലബ്ബ് പോലെ ആരാധിക്കുക, പോവുക, അത്രയേ ഉള്ളൂ, വചനം കേൾക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മർത്തോമായിലൊരു അങ്കിൾ അവിടെ ഉണ്ട്. അങ്കിൾ എന്നും അവധിയുള്ള ദിവസം ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരും. അങ്കിൾ വരുന്നത് കിച്ചണിൽ കൂടിയേ കയറി വരത്തുള്ളൂ. എന്നും വരുമ്പോൾ ഒരേ പാത്രം കിച്ചണിൽ ഇരിക്കുന്ന കണ്ട്, സ്റ്റൗവിൻ്റെ പുറത്ത് ഇരിക്കുന്ന കണ്ട് അങ്കിൾ വന്ന് തുറന്നു നോക്കിയപ്പം അതിനകത്തൊന്നുമില്ല. അങ്കിളിന് ഭയങ്കര വിഷമം തോന്നി. അങ്കിൾ ഇന്ന് ആൻറ്റിയോട് പറഞ്ഞു, അവർ ഒത്തിരി പട്ടിണിയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു, നമുക്ക് അവധിയുള്ള ദിവസം വ്യാഴാഴ്ച ദിവസം അവരെ വിളിച്ച് വൈകിട്ടത്തെ ഫുഡ്, അന്നേരം ആ സമയം ഞാൻ പ്രഗ്നൻസി ടൈമാണ്, അന്നേരം ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം എന്നും വ്യാഴാഴ്ച ആ കുടുംബം ഞങ്ങൾ അവിടെ താമസിച്ചിടത്തോളം സമയം ഫുഡ് തന്നു. ഞാൻ പറയട്ടെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്നും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഏത് വിഷയം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആ പെങ്കൊച്ച് എക്സാമിൻ്റെ സമയത്ത് വന്ന് പ്രാർത്ഥിക്കാതെ ആ കുഞ്ഞു പോകത്തില്ല. അന്ന് 4-ാം ക്ലാസ്സിൽ പഠിക്കുക. അവളെ ദൈവം വിശ്വാസത്തിൽ കൊണ്ടുവന്നു. ആ കുടുംബം ഇന്ന് ദൈവസന്നിധിയിലാണ്. കർത്താവ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ രക്ഷിച്ചു. അതിനുശേഷം ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്കൊരു വിശ്വാസിയെ തരണം. അങ്ങനെ ദൈവം ആ ഒരു വിശ്വാസിയെ ആ ദേശത്ത് അയച്ചു. അദ്ദേഹം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ദശാംശം തന്നു. ഇന്ന് ആ വ്യക്തി കർത്താവിൻ്റെ വേലയിലാണ്. അവിടെ നിന്നിങ്ങനെ അവിടെ ദൈവം ഒരു അത്ഭുതം നടന്നു. അവിടെ കൂടുതലും നേഴ്സുമാരായിരുന്നു. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇല്ല. ആ സമയത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടി വന്നു. ആൻറ്റി എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, റീന എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. കാരണം കുഞ്ഞിന് വലിവ് കൂടിയിട്ട് ശ്വാസമില്ല, ബ്ലൂ ആയിപ്പോയി, കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ ഡോക്ടറെ അടുത്ത് പോയാലും ഒരു രക്ഷയില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുമേ നിന്ന് കുഞ്ഞിനെ കൈവച്ച് പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു ജീവൻ വെച്ച് കുഞ്ഞ് കരയാൻ തുടങ്ങി. അന്ന് ആ കുഞ്ഞിൻ്റെ വലിവ്, ശ്വാസം മുട്ടൽ ആ കുഞ്ഞിനെ വിട്ടുപോയതാണ്. ഞാൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞ് പഠിച്ചൊരു എഞ്ചിനീയറായി ഒരു സ്ഥലത്ത് ഞാൻ മിനിസ്ട്രിക്ക് ചെന്നപ്പോഴാണ് കുഞ്ഞിനോട് അതിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ ഗാന്ധിനഗറിലുള്ളതാണെന്നും ആദ്യം നമ്മുടെ ദേശത്ത് വന്ന് അവർ വിശ്വാസത്തിൽ, ഇന്നും വിശ്വാസത്തിലല്ല, ഇങ്ങനെ അവനെ അറിഞ്ഞുകൊണ്ട് ആ ദേശത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ആൻറ്റി എന്നെ അറിയുമെന്ന്. ഞാൻ പറഞ്ഞു, അറിയില്ല മോനെ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയാണ്, ഇന്നാരുടെ മോനാ, ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ജീവൻ തന്നു, എനിക്ക് അതിൽ പിന്നെ ശ്വാസം മുട്ടലുണ്ടായിട്ടില്ല. ആ കുഞ്ഞു വന്ന് എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ദൈവത്തിന് സ്തുതിക്ക് അതിനുശേഷം അവൻ പ്രാർത്ഥിച്ചു പോയി. അവൻ പറഞ്ഞു, ആൻറ്റി ഞാൻ പെന്തക്കോസ്ത് ആരാധനയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് എനിക്കറിയില്ല ആ കുഞ്ഞ് എവിടെയാന്ന്. അങ്ങനെ അവിടെ ദൈവം ഒരു മെർക്കിൾ നടന്നു. അതിൻ്റെ ഇടയിൽ സൊസൈറ്റിയിലുള്ള ജനം എല്ലാം കൂടെ ഒരു ദിവസം ഇളകി. എനിക്ക് ഭാഷ അറിയത്തില്ല, കാരണം ഗാട്ടിയാവാടി ഗുജറാത്തി ഇവർ പറയുന്നത്, എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. കുറച്ച് ഇംഗ്ലീഷ് അറിയാം, കുറച്ച് ഹിന്ദി അല്പം അറിയാം, അത്രയും മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം ഒരു ദിവസം വീട്ടിലെ ഒരു സൊസൈറ്റിയിലുള്ള ലേഡീസ് എല്ലാം കൂടെ വീടിനകത്ത് കയറി എല്ലാം നോക്കുക. എന്തോ സംഭവിച്ചു എനിക്കും മനസ്സിലാകത്തില്ല. ഇവർ വീട് മൊത്തം നോക്കുന്നു. അത് കഴിഞ്ഞ് അവരെല്ലാം ഇറങ്ങിപ്പോന്നു. പിന്നെയും വീട്ടിൽ വന്നു, എല്ലായിടം നോക്കുന്നു. വീട്ടിൽ കുറച്ച് ബൈബിളും പുസ്തകം, നമുക്ക് സ്വത്തെന്ന് പറയുന്ന പുസ്തകവും മാത്രമേ ഉള്ളൂ, കാരണം അത് മാത്രമേ ഉള്ളൂ. ഇവർ പുസ്തകങ്ങളെല്ലാം തിരിച്ചു മറിച്ച് നോക്കുന്നു. അതിനുശേഷം അതിനകത്തൊരു ടീച്ചർ ഉണ്ടായി. ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ സൊസൈറ്റിയിലുള്ള ആരോ പറഞ്ഞു നീ മന്ത്രവാദം ചെയ്യുന്ന വ്യക്തിയാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മന്ത്രവാദം എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ വായിക്കുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ അവരോട് എൻ്റെ സാക്ഷ്യം പറഞ്ഞു, അറിയാവുന്ന ഇംഗ്ലീഷിൽ അവരോട് പറഞ്ഞു. അത് ശേഷം അവർ ഇടയ്ക്ക് വിളിക്കും, പ്രാർത്ഥിക്കാൻ വിളിക്കും. അങ്ങനെ ഞാനൊരു ഫ്രണ്ട്ഷിപ്പിലായി. അതിനുശേഷം ആ ദേശത്ത് ഞങ്ങൾക്ക് ദൈവം ജാതികളെ കൊണ്ട് ഭക്ഷണം ധരിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ അവിടെ ജാതികളെ കൊണ്ട് ദൈവം ഭക്ഷണം തന്നിട്ടുണ്ട്. ദൈവം അങ്ങനെ അവരുടെ പൂജാരി വരാത്തതിനെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ദൈവം പൂജാരിയെ വിലക്കി, വരാതിരിക്കാൻ വേണ്ടി വിലക്കി. ദൈവം ഞങ്ങളെ ഭക്ഷണം തന്നു. ആ ഭക്ഷണം നല്ല ബ്രാഹ്മൺ ഫുഡ് അന്ന് ഞങ്ങൾക്ക് കഴിപ്പിച്ച്. ഞങ്ങളോട് അവർ പറഞ്ഞ, നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ പൂജാരിയല്ലേ, അതുപോലെ ഞങ്ങളെ ആദരിച്ചു. അങ്ങനെ ഞങ്ങളെ ആ വിഷയത്തിന് വേണ്ടി, ആ കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു ദൈവം ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ വിവാഹത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അവർക്കൊരു വിശ്വാസമായി. അങ്ങനെ ദൈവം ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് ആ ദേശത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ബൈബിൾ സ്കൂളിനുള്ള ബന്ധത്തിൽ ഞങ്ങളെ വിളിച്ചു. ആ സമയത്താണ് ഗോസ്പൽ ഫോർ ഏഷ്യ ഗുജറാത്തിലോട്ട് മൂവ്മെന്റ് ആകുന്നത്. അവിടെ വിളിച്ചു. ഞങ്ങളെ ബൈബിൾ സ്കൂളിന്റെ പഠിപ്പിക്കാനുള്ള രീതിയിൽ ദൈവം എൻ്റെ ഹസ്ബൻഡിനെ ആക്കി. അവിടെ നിന്നുകൊണ്ടാണ് ഗ്രാമത്തിന്റെ സ്ഥിതി എന്തെന്ന് ഞാൻ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങിയത്. എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ദുഃഖം തോന്നും, കാരണം സഹോദരിമാരുടെ അവസ്ഥകൾ എല്ലാം കണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന്. ആ സമയത്ത് എനിക്ക് കൂടുതൽ പ്രാർത്ഥനയാണ്, പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഫീൽഡല്ല, ഭാഷയില്ല. എൻ്റെ ഹസ്ബൻഡ് രാവിലെ പോവും, ഈ കുഞ്ഞുങ്ങളെ ഈ ലോക്കൽസിനെ ട്രെയിൻ ചെയ്യും, ഞാനിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവർ പോകുന്ന ഗ്രാമങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും 2 വീലറിൽ അവരുടെ കൂട്ടത്തിൽ പോകും. അങ്ങനെ ഗ്രാമങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. അല്ലാതെ അവധിയുള്ള ദിവസങ്ങളിൽ വില്ലേജുകളൊക്കെ കറങ്ങി, അന്നേരം എൻ്റെ മൂത്ത മോൻ മാത്രമേ ഉള്ളൂ, അവൻ കൈക്കുഞ്ഞ്, അവനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വില്ലേജുകളിൽ കറങ്ങി പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഒരു ശുശ്രൂഷ. പിന്നെ ഗ്രാമങ്ങളിൽ പോയി ദൈവം തരുന്ന ആൾക്കാരെ, ഈ പാസ്റ്റർമാരെ, പഠിച്ച ആൾക്കാരെ കൂട്ടിത്തരും, അവരെ വചനം പഠിപ്പിക്കും. ഇങ്ങനെ ഞങ്ങൾ ആ ചെറുതായിട്ട് ഇങ്ങനെ വില്ലേജുകളിലേക്ക് ഞങ്ങളുടെ മിനിസ്ട്രിയെ ദൈവം വാർത്തെടുത്തു. അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ വേറൊരു ഗുജറാത്തിന്റെ സൗത്തിലോട്ട് ഞങ്ങൾ മൂവ് ചെയ്തു. അവിടെ ഞങ്ങൾ ഗുജറാത്തിൽ സൗത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ വില്ലേജുകളിലേക്ക് കൂടുതൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഞങ്ങൾ പോകാൻ തുടങ്ങി. ഭാഷ അറിയാൻ മേലാത്തൊരു സാഹചര്യം ആയിരുന്നു. ഗ്രാമക്കാരുടെ ഭാഷ എനിക്ക് ഒട്ടും അറിയത്തില്ല. ആ സമയത്ത് സുവിശേഷ വിരോധികൾ ആ സ്ഥലം വളഞ്ഞു. ഞങ്ങൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയാണ്. വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ വന്നാൽ ഞങ്ങളെ വഴിയിൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കും. ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൽ കിടക്കാനുള്ള സൗകര്യങ്ങളുമില്ല. കാരണം ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. ആ അവസ്ഥയിൽ ഞങ്ങൾ ചർച്ചിൽ ഇന്ന് പാസ്റ്റർ ആരാധിക്കുക. എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം ഈ പ്രശ്നം കേട്ടുകൊണ്ട് മെസ്സേജ് നിർത്തി ജനത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്തിരുന്ന സഹോദരി അന്യഭാഷയിൽ എല്ലാവരും ആരാധിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സഹോദരിക്ക് വേറെ ഭാഷ, ഗ്രാമഭാഷ അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. പുള്ളിക്കാരത്തി മലയാളത്തിൽ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. പാസ്റ്ററെ, അന്ന് എൻ്റെ ഭയം മാറിയതാണ് ഗ്രാമത്തിൽ പോകാനുള്ളത്. ആ ഒരു ശബ്ദമാണ് പിന്നീട് എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ഭയം മാറ്റി. ഏത് പ്രതിസന്ധിയിലും നിൽക്കാൻ ദൈവം എനിക്ക് ധൈര്യം തന്നു. അന്ന് തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നവരെല്ലാം തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ 2 വീലർ ഓടിച്ച് ഞങ്ങൾ ഒത്തിരി ദൂരം ഞങ്ങൾ വീട്ടിൽ വന്നു. ആ ഭയം, ആ ഉള്ളിൽ കിടന്ന ആ ഭയത്തെ ദൈവം അങ്ങ് എടുത്തു മാറ്റി.
പിന്നീട് പിന്നീട് വിഷയങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം എന്നെ ബലപ്പെടുത്തി, ആ ഒരു ധൈര്യം തന്നത് അവിടുന്നാണ്. അതിനുശേഷം ഞങ്ങൾ ആ ദേശത്ത് പാർത്തു. പല സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിലേക്കും സുവിശേഷം എത്താത്ത പല ഗ്രാമങ്ങളിലെ ഈ സ്റ്റുഡൻസ് ലോക്കൽസിനെ അയച്ച് അവരോടൊപ്പം നിന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയും അങ്ങനെ കർത്താവിന്റെ വേല വർദ്ധിച്ചു. അവിടെ ഒരു പിക്കപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്തത് രാജസ്ഥാൻ ബോർഡറിലേക്ക് വന്നു. അവിടെ ഒരു ബൈബിൾ സ്കൂൾ, ഒരു വില്ലേജ് എന്ന് പറഞ്ഞ ഒത്തിരി ഇന്റർ വില്ലേജിൽ പോയൊരു സ്ഥലം എടുത്ത് അവിടെ ഒരു കർത്താവിന്റെ ബൈബിൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ താമസിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു വില്ലേജിലും മറ്റേ ബൈബിൾ സ്കൂളിലുള്ള ഒത്തിരി അകത്തുമായിട്ടാണ്. അവിടെ പോണെങ്കിൽ റോഡ്, ഈ തോടൊക്കെ കയറി ഇറങ്ങി, അന്ന് 2 വീലറിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. അവിടെ പോവും. ആദ്യമായിട്ട് ആ ഗ്രാമത്തിലോട്ട് ഞങ്ങൾ എന്ന് കയറിയാലും ആ ഗ്രാമത്തിന്റെ ഫുൾ ബറ്റാലിയൻ ഡോഗ് എല്ലാം കൂടെ വന്ന് ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങും. പുറകെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതുങ്ങളെല്ലാം കൂടെ ഓടും. ആ സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ സൈക്കിളോ മോട്ടോർ സൈക്കിളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് രാജസ്ഥാന്റെ ബോർഡർ എന്ന് പറയുന്നു, സഹോദരിമാർ വെളിയിൽ വരാത്തൊരു സമയമാണ്. അവര് അകത്ത് ഉള്ളിൽ മാത്രം ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കും. ഒത്തിരി അവസ്ഥകൾ അവരുടെ ജീവിതത്തിലുള്ള സമയമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഗ്രാമത്തിലോട്ട് കയറുകയും ഈ പട്ടികളെല്ലാം എന്നും ഇതൊരു ശല്യമായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് കുറേ ഒരു ബറ്റാലിയൻ പോലെ കുത്തകളെല്ലാം, ഈ പട്ടികളെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് വണ്ടി കടിക്കുമെന്നുള്ള ഭാവം വന്നപ്പോഴത്തേക്ക് ഞാൻ മലയാളത്തില് യേശുവിന്റെ നാമത്തിൽ മിണ്ടാതിരിക്കും ഡോഗ് എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, അതിനോട് മലയാളം പറഞ്ഞു അതിന് വല്ലതും മനസ്സിലാവുമെന്ന് ചോദിച്ചു. പക്ഷെ ദൈവത്തിന്റെ കൃപയാ. ഞാൻ പറഞ്ഞ അതിനോടല്ല ഞാൻ പറഞ്ഞ, അതിൽ വ്യാപരിക്കുന്ന ദേശത്തിന്റെ അന്ധകാരത്തോടെ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പാസ്റ്ററെ, അതിനുശേഷം ആ ഒരു ശല്യം ഒരിക്കലും ഞങ്ങൾ ആ ഗ്രാമത്തിൽ പോകുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ പോകുന്ന വഴിക്ക് റോഡിന്റെ നടുക്ക് കല്ലിട്ടു. ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചാ പോകുന്നത്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് കല്ലിന്റെ മണ്ടയിൽ കൂടി കയറി വണ്ടി മറിഞ്ഞു. ഞാൻ വീണതറിഞ്ഞില്ല. എന്നെ വലിച്ചു കൊണ്ടുപോയി. എൻ്റെ കൈ ഒരു പ്രാവശ്യം അവിടെ പൊട്ടി. ദൈവം സൗഖ്യം. ഞാൻ പറയട്ടെ, എന്തെല്ലാം ശത്രു അനർത്ഥങ്ങൾ കൊണ്ടുവന്നാലും ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചു കൊണ്ടുവന്നു. കർത്താവ് അവിടെ ഞങ്ങളെ ഒരുക്കി. ആ ഗ്രാമങ്ങളിലെ കർത്താവിന്റെ വചനം എത്തിക്കുവാൻ, അനേക കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ ദൈവം സാധിച്ചു. ഇന്ന് അവരൊക്കെയും കർത്താവിന്റെ വേലയിലാണ്. ഞങ്ങൾ ആ ദേശത്തൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവരൊക്കെ ഓടി വരും. കാരണം അന്നുള്ള കുഞ്ഞു കുട്ടികളെ, എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഏത് ഗ്രാമത്തിൽ ചെന്നാലും എനിക്ക് കുഞ്ഞുങ്ങളെ കാണും ഭയങ്കര വിഷമം. കാരണം ഇതുങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാണുമ്പം വിഷമം. അവരെല്ലാം പിടിച്ച് ഞാൻ പഠിപ്പിക്കും. എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ ഇരുത്തി പഠിക്കും. ഹിന്ദി എങ്കിൽ ഹിന്ദി, ഗുജറാത്തി എങ്കിൽ ഗുജറാത്തി ഞാൻ ആദ്യം പഠിക്കും. അത് കഴിഞ്ഞ് അവരെ പഠിപ്പിക്കും. അങ്ങനെ ഞാൻ അവരെ പഠിപ്പിച്ചെടുക്കുമായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നല്ല നിലയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പം യാത്രാമധ്യേ കാണുമ്പോൾ അവരൊക്കെ വന്ന് സന്തോഷിക്കും. ചിലർ ഫോൺ ചെയ്ത് ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്ത് അവരുടെ വർത്തമാനങ്ങൾ അറിയിക്കും. അങ്ങനെ അവിടെയൊക്കെ മിനിസ്ട്രി തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് നേരത്തെ ഒരു LKG പോകാറായി. ഇങ്ങനെ പോയപ്പോൾ ഇവരുടെ ഈ കൾച്ചറ് ഒത്തിരി, ഇവർ വായി വരുന്ന ഈ കുട്ടികളുടെ കൂടുതൽ ഇപ്പോൾ വായി വരുന്നത് മോശമായ സംസാരം ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഫീലിംഗ് തുടങ്ങി, എൻ്റെ കുഞ്ഞ് വളർന്നു വന്നാലും ഈ കൾച്ചറാണല്ലോ കിട്ടുന്നത്. ഞങ്ങളുടെ ഫാമിലീസും എൻ്റെ സഹോദരങ്ങളുടെ ഫാമിലീസും എല്ലാം നോക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പോകുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു ശത്രു എൻ്റെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഇട്ട് ഞാൻ അച്ഛനോട് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനിയും ഇപ്പം ഈ വില്ലേജ് മിനിസ്ട്രി നിർത്തി നമ്മൾ സിറ്റിയിലേക്ക് പോവുക എന്നുള്ള വിധത്തിൽ ഞങ്ങൾ ആ വില്ലേജ് മിനിസ്ട്രി നിർത്തി ഞങ്ങൾ ഗാന്ധിനഗറിലേക്ക് തിരികെ വന്നു. ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളുമായിട്ട് ഞങ്ങൾ തിരികെ വന്നു. ഇന്ന് ഞങ്ങൾ സിറ്റിയിലേക്ക് പോയി ഒരു ചർച്ച് മിനിസ്ട്രി എടുക്കാമെന്നുള്ള ഇതിൽ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് എല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡിനോട് കൂടെ ദൈവാലോചന സംസാരിക്കുന്നുണ്ട്, നീ തിരികെ പോവാന്ന്. പക്ഷെ എനിക്കൊരു കൺഫേം കിട്ടുന്നില്ല. ഞാൻ കുഞ്ഞിന്റെ ഭാവി വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. അന്ന് രാത്രി ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ആരും കടന്നു പോകാൻ കഴിയാത്ത സ്ഥലത്ത് നിന്നെ ഞാൻ അയച്ചപ്പോൾ നീ പോകുമ്പോൾ നീ അതിന് തയ്യാറായില്ലെങ്കിൽ ഞാൻ വേറൊരാളെ എഴുന്നേൽപ്പിക്കുമെന്ന് ആ ശബ്ദം ഇടിമുഴങ്ങുന്ന പോലെ എൻ്റെ ഒരു പ്രാവശ്യം കേട്ടു. പിന്നെ അതുപോലെ ആരും കടന്നു പോകാൻ കഴിയാത്ത സ്ഥലത്ത് ഞാൻ നിനക്ക് കൃപ തന്നപ്പോൾ നീ പോയില്ല എങ്കിൽ ഞാൻ വേറൊരാളെ എഴുന്നേൽപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് മുട്ടുമേ നിന്നു പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ ഏത് സാഹചര്യത്തിൽ അയച്ചാലും ഞാൻ പൊക്കോളാമേ എന്ന് കർത്താവിന്റെ സന്നിധി നിലവിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ ഞങ്ങളുടെ ഒരു ഫോൺ കോൾ ആദ്യം വരുന്ന വീട്ടില് ഡോക്ടർ തോമസ് മാത്യുവിന്റെ ഫോൺ കോളാണ്. അങ്കിളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ദാഹൂദിലേക്ക് പോയിട്ട് അവിടെ മിനിസ്ട്രി ചെയ്യാൻ പറഞ്ഞു.
ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കൊരു കൺഫേം അങ്കിള് രാവിലെ ഞങ്ങളുടെ റിങ് ആദ്യം അടിക്കുന്ന അങ്കിളിൻ്റെ റിങ്ങാണ്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് അന്നേരം തന്നെ ഒരുങ്ങി അവിടോട്ട് പോയി. അവിടെ കർത്താവിൻ്റെ അങ്കിളിൻ്റെ മൂത്ത മോള് ഗ്രേസ് പുന്നൂസും ജോയ് സാറും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചേർന്ന് നിന്ന് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബയോസ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ രണ്ട് കുടുംബവും ഒരു ലോക്കൽസും ഞങ്ങൾ 3 പേരും ഒരു ടീം വർക്കായിട്ട് ആ ദേശത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുവാൻ വളരെ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം എത്തിക്കുവാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ ഒരു ഉണർവ് തുടങ്ങി. ഞാൻ പറയട്ടെ, ആ സമയത്തേക്ക് 99 ആയി. 99 അവസാനം ഡിസംബർ തൊട്ട് 2005 വരെ ഞങ്ങൾക്ക് സുവിശേഷ വിരോധികളുടെ ഭയങ്കര എതിരുകളായിരുന്നു. പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയകളില്ല. ഞങ്ങൾക്ക് വെളിയിൽ പറയാൻ പേടി, കാരണം ഞങ്ങളുടെ പേരൻസ് പേടിക്കും. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സഹിക്കുക, ഞങ്ങൾ തന്നെ വഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ മെയിൻ ലീഡറിന് വേറൊരു രാജ്യത്തേക്ക് പോകേണ്ടതായ അവസ്ഥ വന്നു. അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ 2 കൂട്ടരും കൂടെ, ഞങ്ങളും ലോക്കലായിട്ടുള്ളൊരു ദേവദാസും, ഞങ്ങൾ 2 കൂട്ടരും കൂടെ വലിയ ടീം വർക്കായിട്ട് അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. വളരെ വലിയ വിരോധികൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ ഞങ്ങളെ ഓടിച്ചു അടിക്കാൻ എല്ലാം വരും. പക്ഷേ ദൈവം ഞങ്ങൾ ഏതെല്ലാം ഗ്രാമങ്ങൾ കാലുകുത്തിയോ അവിടെ എല്ലാം ദൈവജനത്തെ തന്നു, സഭകൾ സ്ഥാപിച്ചു. ഏതെല്ലാം ഭവനങ്ങളിൽ ഞങ്ങൾ കാലുകുത്തിയോ ആ ഭവനങ്ങളുടെ അവസ്ഥകൾ ദൈവം മാറ്റി. ദൈവം വലിയൊരു ഉണർവ് ദേശത്ത് അയച്ചു. പാസ്റ്ററെ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. നടക്കുവല്ലാത്തവർ നടന്നിട്ടുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ ഞങ്ങൾ വിരോധങ്ങളും ആക്സിഡന്റുകള്, അനർത്ഥങ്ങള് ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ഞങ്ങൾ എവിടെല്ലാം കർത്താവിൻ്റെ വേല വിജയിച്ചു വരുമോ ആ സമയത്ത് ഞങ്ങൾക്കെതിരായിട്ട് ശത്രു എന്തെങ്കിലും ഒരു കെണി ഒരുക്കി വെക്കുമായിരുന്നു. പക്ഷെ ദൈവം അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ വർക്ക് വളരെ ഇതായിട്ട് വന്നു. ആ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോള് വന്നെന്ന് പറഞ്ഞാൽ ഒരു STD ബൂത്തിൽ നിന്നാണ് ഫോൺ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫോണ് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ നെയ്ബേഴ്സിനും വന്ന് ഫോൺ ചെയ്യത്തക്കവണ്ണം അവർക്ക് വരുന്ന ഫോണും വീട്ടിൽ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ വാതിലിനോട് ചേർന്ന് ഞങ്ങളുടെ ഫോൺ വെച്ചിരിക്കുന്നു. ഈ ഫോണിൽ ഇങ്ങനെ റിങ് അയച്ചിട്ട് എന്നോട് ചോദിച്ചു, റീന നീയാണോ എന്ന് ചോദിച്ചു. ഗുജറാത്തിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാന്ന് പറഞ്ഞു. നിന്നെ ഞാൻ വിധവയാക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഒത്തിരി ഭീഷണി അങ്ങ് മുഴക്കിയപ്പോൾ എൻ്റെ ശബ്ദവും വളരെ ഭയങ്കരമായിട്ട് ശബ്ദമായി. എൻ്റെ നെയ്ബേഴ്സ് ഓടി വന്നു, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫോണിൽ കൂടെ ഒരു ഭീഷണിയാണ്. അന്നേരം STD ബൂത്തുകാരനോട് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വിളിച്ച വ്യക്തിയുടെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല. പോലീസിൽ ഞാൻ കംപ്ലൈന്റ് വരുവാണെങ്കിൽ കംപ്ലൈന്റ് ഞാൻ വേണേൽ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ വ്യക്തി എന്നെ ഭീഷണിപ്പെടുത്തിയ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇന്ന സ്ഥലത്ത് ഇന്ന് ഇപ്പോൾ ഉണ്ട്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പ്രോബ്ലംസ് ആയി. കാരണം ആ സമയത്തൊക്കെ ഒത്തിരി മദ്യപാനികളുടെ ഭാര്യമാർ എൻ്റെ അടുക്ക വരികയും പ്രാർത്ഥിക്കുകയും അവർ വിടുതലെടുക്കുകയും വിശ്വാസത്തിലേക്ക് വരികയും അങ്ങനെ ഒരു വലിയ ഒരു ശുശ്രൂഷ ആ ദേശത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരി രഹസ്യ വിശ്വാസികൾ ആ ദേശത്തുണ്ടായി, സഹോദരിമാരുണ്ടായി. അന്യജാതികളിൽ നിന്നുള്ള ചില ഹയസ്റ്റ് ഫാമിലിയിൽ നിന്നുള്ള രഹസ്യ വിശ്വാസി ടീച്ചേഴ്സ് ഉണ്ടായി. അങ്ങനെ അതുകൊണ്ട് എന്നോട് ഭയങ്കരമായിട്ട് വെറുപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ വെളിയിൽ ആരോടും ഇത് പറയാറില്ല. ഞങ്ങൾ തന്നെ സഹിക്കുക, ഞങ്ങൾ തന്നെ വഹിക്കുക, പ്രാർത്ഥിക്കുക, രാത്രിയുടെ യാമങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ ദേശത്ത് നിന്ന് ഒരു വലിയ ഉണർവ് വന്നതിന് ശേഷം ദൈവം ഞങ്ങളെ വീണ്ടും രാജസ്ഥാനിലേക്ക്, ഞങ്ങളുടെ സംഘടന തന്നെ ഞങ്ങളെ വിളിച്ചു, പിന്നെ ഉദയ്പൂരിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എപ്പോഴും മലയാളം ബൈബിളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഗുജറാത്തി ബൈബിൾ യൂസ് ചെയ്തു. ഡോക്ടർ തോമസ് മാത്യു അങ്കിള് ഒരു ദിവസം വന്നപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗുജറാത്തി അങ്കിള് എന്ന് പറഞ്ഞു. നീ ഗുജറാത്തി വായിച്ച് പഠിച്ചാൽ നീ ഗുജറാത്തി തന്നെ ശുശ്രൂഷ ചെയ്യാനേ നിനക്ക് പറ്റത്തുള്ളൂ. നീ ഹിന്ദി യൂസ് ചെയ്യാൻ പറഞ്ഞു. ഹിന്ദി യൂസ് ചെയ്താൽ നിനക്ക് നോർത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കർത്താവിൻ്റെ ദാസന്റെ ഒരു പ്രവചനമായി തീർന്നു. അത് നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പോകുവാനായിട്ട് ദൈവം എന്നെ സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു പ്രവചനമായി. അതിനുശേഷം ഈ ഹിന്ദി കയ്യിൽ വന്നാലും നമുക്ക് എപ്പോഴും മലയാളം ബൈബിളാണ് വശമാണ്. പിന്നെ ഞാൻ മലയാളം കൊണ്ട് ഇടയ്ക്ക് പോയി. അങ്ങനെ ഒരു ദിവസം ഇടയ്ക്ക് ഇങ്ങനെ മലയാളം ബൈബിളുമായിട്ട് ഗ്രാമത്തിൽ പോയി മേരി ആൻറ്റി, അങ്കിളിൻ്റെ വൈഫ് മേരി ആൻറ്റി ഞാനും കൂടി ഒന്നിച്ചാ പോയത്. ആൻറ്റി ചോദിച്ചു, നിൻ്റെ കയ്യിൽ ഏത് ബൈബിളാന്ന്? മലയാളമാണെന്ന് പറഞ്ഞു. ആൻറ്റി എന്നെ അവിടെ നിന്ന് വഴക്കോ, നീ എന്തിനാ നോർത്ത് ഇന്ത്യയിൽ വന്നെന്ന് ചോദിച്ചു. ജെയിംസിനെ മലയാളം പഠിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു. ഈ ജനത്തെ നേടാനാണെങ്കിൽ നീ ഇത് ഹിന്ദി കയ്യിലെടുക്കാൻ പറഞ്ഞു.
അന്ന് ഞാൻ ഹിന്ദി ബൈബിൾ പാസ്റ്ററെ കയ്യിലെടുത്തതാണ്. അതിനുശേഷം ഞാൻ മലയാളം തൊട്ടിട്ടേ ഇല്ല. അന്ന് എൻ്റെ ഭാഷാശുദ്ധി ദൈവം ഭാഷയുടെ കൃപ തന്നു. ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, കർത്താവെ, എനിക്ക് വില്ലേജിൽ പോകുമ്പം സഹോദരിമാരോട് സംസാരിക്കാൻ എനിക്ക് കൃപ തരണം. അവരെന്തു പറയുന്നു അതെനിക്ക് മനസ്സിലാകണം, ഞാൻ എന്തു പറയുന്നു അവർക്കും മനസ്സിലാകണം. എനിക്ക് വേറെ ഭാഷയുടെ ഒന്നും വേണ്ട, എനിക്ക് ഇത് മാത്രം, അവരെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള ഭാഷ, അതും കുഞ്ഞുങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള കൃപ തരണം. ഈ ദൈവം, ഞാൻ ഏതെല്ലാം ജാതികളുടെ ഇടയിൽ ചെന്നു ആ സഹോദരിമാരുമായിട്ട് സംസാരിക്കാനുള്ള ഭാഷ ദൈവം എനിക്ക് തന്നു. ഇതുവരെയും എന്നെ നടത്തി. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിലേക്ക് വന്നു. അവിടെ എനിക്ക് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രെയർ ലീഡ് ചെയ്യുക. പ്രെയർ റൂമിൽ എനിക്കൊരു റൂം തന്നു. 9 o'clock തൊട്ട് 12 മണി വരെ ഞാൻ ആ റൂമിലായിരുന്നു. 3 വർഷക്കാലം പാസ്റ്റർ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നു. അതോടൊപ്പം ഹോസ്റ്റലിലെ കുട്ടികളെ ഉച്ച കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫീൽഡ് വിസിറ്റിങ്ങും ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒരു വലിയ പ്രവർത്തനം ചെയ്തു. ഞങ്ങളുടെ വീട്ടിലൊരു ദൈവദാസൻ വന്നപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ വിടും, നിങ്ങൾ 2 പേരും ഫുൾ ടൈമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ഒരു ദർശനം ഞാൻ കാണുന്നു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കാനൊന്നും പണമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കഴിക്കണം. ഞങ്ങൾ ദാവീദിന്റെ കൂട്ടത്തിൽ കൂടിയവർ കടക്കാരും ദുഃഖിതരും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും അങ്ങനെയുള്ളവരാ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പാസ്റ്റർ. ഞങ്ങൾ ചെല്ലുന്നിടത്ത് ചായക്കുള്ളതും വാങ്ങിച്ചുകൊണ്ടും ഞങ്ങൾ പോകേണ്ടത്. അതേ സ്ഥിതിയിലുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു. ആ ദേവദാസൻ 2 കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു. ഒന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വഴിക്ക്. പിന്നെ ഞങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പൈസ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ കടം എടുത്ത് കർത്താവിന്റെ വേല ചെയ്യുമായിരുന്നു. അന്നേരം ഞങ്ങൾ പെട്രോളിന് പൈസ ഇല്ലാതെ നമ്മൾ ഓടിപ്പോയി നെയ്ബേഴ്സ് ആരോടെങ്കിലും പരിചയമൊക്കെ പൈസ വാങ്ങിക്കും, പിന്നെ വരുമ്പം തിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു മിനിസ്ട്രി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പാസ്റ്റർ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ദിവസങ്ങളോളം ആ ദേവദാസൻ താമസിച്ചു. ഇറങ്ങിപ്പോകുന്ന സമയത്ത് പാസ്റ്റർ എന്നെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, മുട്ടുമേ കുത്താൻ പറഞ്ഞു. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾക്ക് പോകണമെങ്കിൽ വല്ലതും വേണമെന്ന് പറഞ്ഞു. പറഞ്ഞു മുട്ടുമേ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എന്നെ അച്ചാനെ മുട്ടുമേ നിർത്തി. പാസ്റ്റർ ഇച്ചിരി പ്രായമുള്ള ദേവദാസനായിരുന്നു. പ്രാർത്ഥിച്ചു. പാസ്റ്ററെ, അന്ന് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കടമെടുക്കാതെ കർത്താവിന്റെ വേല ചെയ്യുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് ഈ നിമിഷം വരെ ദൈവം ഞങ്ങളെ സാധിച്ചു. അത് അന്ന് ദൈവം പ്രാർത്ഥന കേട്ടതാണ്. അതിനുശേഷം ഓരോ നിമിഷവും ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾക്കുള്ള ആവശ്യം ദൈവം വീട്ടിൽ കൊണ്ട് ഞങ്ങൾക്ക് തരാൻ തുടങ്ങി. ഞങ്ങൾ ആരോട് ചോദിപ്പാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും ദൈവം വീട്ടിൽ കൊണ്ട് തന്നിട്ടുള്ള സാധനങ്ങളാണ്. വാഹനം തൊട്ട് ഒന്നും ഞങ്ങളുടേതെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. ദൈവം വ്യക്തികളിൽ കൂടി സംസാരിച്ച് കർത്താവ് വീട്ടിൽ കൊണ്ട് തന്ന സാധനമാണ്. അന്ന് ഞങ്ങളുടെ 2 കാര്യവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ദൈവം എൻ്റെ മൂത്ത മോനെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കാൻ ദൈവം അനുവദിച്ചു. കാരണം അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഞങ്ങളൊരു ദിവസം രാവിലെ പോയാൽ ചിലപ്പം വൈകിട്ടാണ് ഞങ്ങൾ ചിലപ്പം വരുന്നത്. ഈ കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ ദൈവം എനിക്ക് തന്നേക്കുന്ന നല്ല ഞാൻ എവിടെയെല്ലാം താമസിച്ചോ നല്ല അയലോക്കംകാരെ എനിക്ക് തന്നിട്ടുണ്ട്. മറ്റു ദൈവത്തെ അറിയാത്തവരാണ് അവര്. എൻ്റെ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് കയറിയിരിക്കും, അവര് നോക്കിക്കോളും. പിള്ളേർ വെളിയിൽ പോകാതെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വരുന്നിടം വരെ അവരെന്നെ കെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കർത്താവിന്റെ വേല, കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കാണ്ടി എനിക്ക് വന്നിട്ടില്ല. ഒറ്റയ്ക്കാണല്ലോ, നെയ്ബേഴ്സ് നോക്കും, എന്തെങ്കിലും ഉണ്ട് എന്നെ ഫോൺ ചെയ്ത് പറയും. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളും നല്ല പക്വതയുള്ള കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ട് പോയി, ഞങ്ങളില്ലാത്തപ്പം ആരെയും വീട്ടിൽ കയറ്റരുത്, കൂട്ടുകാരെ കയറ്റരുത്, ഇതെല്ലാം കുഞ്ഞുങ്ങളും അനുസരിക്കുമായിരുന്നു. കാരണം വീടിനകത്ത് വെളിയിൽ നിന്ന് അവരകത്തുനിന്ന് പൂട്ടിയിട്ടിട്ട് അകത്തിരിക്കും. വെളിയിലോട്ടുള്ള കഥവുണ്ട്, അത് നെയ്ബേഴ്സിന് കാണാം. അങ്ങനത്തെ കഥകള് അവർ പൂട്ടി അവിടെ അകത്തിരിക്കും. കിച്ചണിലോട്ടുള്ളത് കിച്ചണിലുള്ള അവർ കഥ തുറന്നിടും. അത് കാരണം പിള്ളേരെന്താ കിച്ചണിൽ ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി അവർ ആ കഥ തുറന്നിടും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ നെയ്ബേഴ്സിനെ ദൈവം എനിക്ക് ഒരുക്കി തന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പോകാൻ ദൈവം സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം കുഞ്ഞുങ്ങളങ്ങ് പോയി. മോനെ ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ 2 പേരും കർത്താവിന്റെ വേല രാവും പകലും അധ്വാനിക്കുവാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ഞങ്ങൾ ആ പ്രെയർ റൂമിലിരുന്ന് കർത്താവ് എനിക്ക് വളരെ എന്നെ ആത്മീയത്തിൽ ഒത്തിരി വളർത്തി. എനിക്ക് പല ദർശനങ്ങളിൽ കൂടി ദൈവം നടത്തി. അങ്ങനെ ഞങ്ങൾ വളരെ ആത്മീയമായി കടന്നു പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഇതിനു മുമ്പ് ഒരു വിഷയം എനിക്ക് പറയുവാനുണ്ട്. 2005
എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 3 ബ്രദേഴ്സാണ് അവരുള്ളത്. ഞങ്ങൾ മൂത്ത ബ്രദർ, രണ്ടാമത്തത് ജോലി ചെയ്യുന്നു, മൂന്നാമത്തത് ആർമിയിലായിരുന്നു. ആർമിയിൽ അവന് മേജറായിരിക്കുന്ന സമയത്ത് 2005 കാശ്മീരിൽ വെച്ച് ആതങ്കവാദികളുടെ വെടികൊണ്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. ആ സമയത്ത് ഞങ്ങൾ അവിടെ നല്ല വർക്കിൻ്റെ നല്ല പീക്ക് സമയമാണ്. വളരെ എൻ്റെ ഹസ്ബൻഡ് ഈ ഫോൺ കോൾ വരുമ്പോഴും ടീമായിട്ട് അവർ ഫീൽഡിൽ വർക്ക് ചെയ്യുക, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങൾ പെട്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങളുടെ എന്താ പറഞ്ഞാൽ ഒരു മുകളിൽ നിന്ന് ദൈവം ഞങ്ങളെ താഴോട്ട് അങ്ങ് നിരാശയിലേക്ക് കടന്നുപോയി. ജനം കുറേ നാൾ ആ സമയത്തൊക്കെ ഇതിൻ്റെ ഈ സമയങ്ങളിലൊക്കെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ വരുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ദുഃഖമാണ്. കാരണം എന്തുകൊണ്ട് ദൈവമേ അവന് 29-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 കുഞ്ഞുങ്ങള്, ചെറുപ്പക്കാരിയായിരിക്കുന്ന ഭാര്യ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയങ്കര ദുഃഖങ്ങൾ കൊണ്ട്, ഒരു കൂമ്പാരം കൊണ്ട് ശത്രു ഞങ്ങളെ അങ്ങ് കവർ ചെയ്തു. വളരെ വേദനയ്ക്കുന്ന അനുഭവങ്ങളിൽ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തോട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും, നമുക്കൊരു പ്രാർത്ഥിച്ചു വിടും, ഒരു വിടുതൽ കാണുന്നില്ല. നമ്മൾ ദുഃഖത്തിലാണ്, നമ്മളിൽ നിരാശയാണ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതൽ വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ മിനിസ്ട്രി ചെയ്യണം, അല്ലെങ്കിൽ ഈ ദുഃഖം എടുത്തു മാറ്റണം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് രാത്രി ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചപ്പോൾ എന്നെ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ സ്ഥലം നല്ല നിരന്ന പ്രദേശം, അവിടെ ചെറിയ പുല്ലുകൾ ഇങ്ങനെ കണ്ടാൽ ഭയങ്കര മനോഹരമായ ദേശത്ത് പോയി ഞാൻ അവിടെ നിൽക്കുക, നല്ല നിരന്ന സ്ഥലത്ത്. അവിടെ നിന്നു ഒരു വീട് എന്നെ ദൈവം കാണുന്നു, ചെറിയ വീടിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആർച്ച് രൂപത്തിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ. നല്ല മൊത്തം ഒരു ഗോൾഡ് കളർ കൊണ്ട് പെയിന്റ് കൊണ്ട് ചെയ്ത നല്ല മനോഹരമായ ഒരു ചെറിയ വീട് കാണിച്ചു. അതിനുശേഷം ഒരു വലിയ വീടിന്റെ അടിസ്ഥാനം ഇട്ടു. ഇഷ്ടികൾ ചെതറി പല സ്ഥലങ്ങളിൽ കിടക്കുന്നു. കുറേയൊക്കെ കുറെ പൊങ്ങിയിട്ടുണ്ട്, പലതും ഇഷ്ടികൾ ഭയങ്കരമായിട്ട് ചെതറിക്കിടക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ആദ്യത്തെ കാണിച്ച ആ ഗോൾഡൻ പെയിന്റ് നല്ല സുന്ദരമായ വീട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ അനിയൻ, അവന്റെ പേര് ജോജിയുടെ വീട് ഇതാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എന്നോട് സംസാരിച്ച വ്യക്തിയോട് ചോദിച്ചു, അവൻ ഇത്ര പെട്ടെന്ന് ഇത്രയും നല്ല മനോഹരമായ വീട് തോന്നി ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് നിന്റെ വീടാ, നിനക്ക് വേണ്ടി പണിയുന്ന വീടാ, ഇഷ്ടികളെല്ലാം ചെതറിക്കിടക്കുകയാന്ന് പറഞ്ഞു. ഞാൻ ആ വീട് കണ്ട് കരഞ്ഞ് ഞാൻ ഉറക്കത്തിൽ ഉണർന്നു. പക്ഷേ അന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ദുഃഖം എവിടെയോ വലിച്ചു മാറ്റപ്പെട്ടു. പിന്നെ ഞാൻ ദുഃഖിച്ചിട്ട് ആ വിഷയത്തെക്കുറിച്ച് എനിക്കൊരു ദുഃഖം വന്നിട്ടില്ല. പിന്നെയും കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങി ദൈവ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി, ജനമധ്യേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഉദയപൂർ വന്നു. ഉദയപൂരിൽ നിന്ന് ദൈവം വലിയ അത്ഭുതങ്ങൾ, പ്രയർ റൂമിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട്. അനേക ജാതികൾ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങി. ആദ്യം ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കിരുന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു, എനിക്ക് ആരെങ്കിലും ഒരു കൂട്ടുകാരെ വിടണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരു സഹോദരിയെ തന്നു. ഞങ്ങൾ 2 പേരും ഇത്രയും സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം വലിയവ ചെയ്തു. അങ്ങനെ ആ 3 വർഷത്തെ മിനിസ്ട്രിക്ക് ശേഷം ദൈവം ഞങ്ങളെ മഹാരാഷ്ട്ര ബോർഡറിൽ നവാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടോട്ട് വന്നു. അവിടെ ബൈബിൾ സ്കൂൾ ആ ദേശത്ത് പിന്നെയും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഗ്രാമങ്ങളിലേക്ക്, മഹാരാഷ്ട്രയുടെ പല പ്രദേശങ്ങളിലെ അങ്ങനെ കർത്താവ് ഞങ്ങളെ മിനിസ്ട്രി ചെയ്യിപ്പിച്ചു. അവിടെയും സഹോദരിമാരുടെ ഒരു മിനിസ്ട്രി അവിടെ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് ദൈവം വഴിയൊരുക്കിയത്. പ്രയർ ടീമുകൾ, അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ മിനിസ്ട്രി ആയിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു. അതിനുശേഷം അവിടെ ഞങ്ങൾ ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈബിൾ സ്കൂൾ നടക്കുന്നുണ്ട്, അങ്ങനെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ വേലയിൽ പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം രാജസ്ഥാന്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഇങ്ങനെ 3 സ്റ്റേറ്റുകളിലായിട്ട്, മഹാരാഷ്ട്ര, ഇങ്ങനെ കർത്താവിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ദൈവം വീണ്ടും ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ച സ്ഥലത്തു നിന്നും ഇടയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു 25 കിലോമീറ്റർ ദൂരേക്ക് ദൈവം ഞങ്ങളെ മാറ്റി. ആ ദേശത്ത് സെൻട്രൽ ഗുജറാത്തിന്റെ ഭാഗത്തേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. അവിടെ വചനം എത്തിയിട്ടില്ല. ഞങ്ങളുണ്ട്, കത്തോലിക്ക ചർച്ചുണ്ട്, പിന്നെ സാൽവേഷൻ ആർമിക്കാരുണ്ട്, ചർച്ചുണ്ട്. ഇങ്ങനെ 3 പേരേ ഉള്ളൂ. അവിടെ ഞങ്ങൾ വന്ന് ബൈബിൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഗ്രാമത്തിൽ നിന്ന് പിള്ളേർ വന്നു പഠിക്കാൻ. യൗവനക്കാർ വരുമ്പം ദേശത്തെ യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങളും ഓപ്പണായി, കുഞ്ഞുങ്ങൾ അടുക്കാൻ തുടങ്ങി, അവരോട് വചനം പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഫാദർ, തമിഴ് നാട്ടിൽ നിന്നൊരു ഫാദർ കടന്നു വന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ സൗത്ത് ഇന്ത്യൻ ആയിട്ട് ആ ദേശത്ത്. അന്നേരം ഞങ്ങളും ഫാദറുമായിട്ട് ഒത്തിരി ക്ലോസ് ആയി. ഞാൻ ഫാദറിനോട്, കാരണം എനിക്ക് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഞാൻ കൂടുതലും ഫാദറുമായിട്ട് ക്ലോസ് ചെയ്ത് ഫാദറിനോട് പറഞ്ഞു, ഫാദറെ നമുക്ക്
യൂത്തിനെ എങ്ങനെങ്കിലും അകത്ത് കൊണ്ടുവരണം. ഞാൻ പെന്തക്കോസ്തി വരാനായിട്ട് ഞാൻ പറഞ്ഞില്ല ഫാദറിനോട്, ഫാദർ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെങ്കിലും അകത്ത് കൊണ്ടുവരണം, ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ ചെയ്യാം. ഞങ്ങളും ഫാദറുമായിട്ട് ഭയങ്കര ഒരു കമ്പനിയായി. അങ്ങനെ പിള്ളേരെ യൗവനക്കാർ എൻ്റെ അടുത്ത് വരും. ഞാൻ അവരെ, ഞങ്ങളുടെ അച്ഛൻ ബൈബിള് പഠിപ്പിക്കും രാവും പകലും. ഞാൻ അവരെ കുറേയും കൂടെ ആത്മീയ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് വരും. അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നൊക്കെ വിടുതൽ പ്രാപിച്ചു. ഞങ്ങൾ 5 വർഷം ആ ദേശത്ത് വർക്ക് ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ക്യാപ്റ്റൻ, അവിടുത്തെ സാൽവേഷൻ ആർമിയുടെ ക്യാപ്റ്റൻ ഞങ്ങളോടൊപ്പം വെള്ളിയാഴ്ച ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം അന്യഭാഷ പ്രാപിച്ചു. ഫാദർ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ പറയും, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഒരു ഇതായി. ആ സമയത്താണ് ഒരു ദിവസം ഞങ്ങൾ മീറ്റിങ്ങിന് കടന്നു പോവുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഫാദർ കൈ ഉയർത്തി കാണിച്ചു. ഞങ്ങൾ മീറ്റിങ്ങിൽ ഗ്രാമത്തെത്തി. ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു, പെട്ടെന്ന് നിങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങളെ ഫാദർ അവിടെ പിള്ളേരെ കൊണ്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. അറ്റാക്കായിട്ട് ഫാദർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതൊരു വലിയൊരു സംഭവമായി തീർന്നു. ഞങ്ങളെയും സംഭവമായിട്ട് ഞങ്ങൾക്കൊരു ദുഃഖമായി. ആ സമയത്ത് ഗുജറാത്തിൻ്റെ, ഞാൻ ഇത് പറയാനുള്ള കാരണം അതിൻ്റെ പിന്നിൽ ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വന്നു. അന്നേരം എൻ്റെ കസിൻസ് എന്നോട് ചോദിച്ചു, നിനക്ക് ഇനിയും ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളെല്ലാം നിന്നെ വിട്ടുപോയി, നിനക്ക് ഇനി എവിടുന്നാ, നിനക്ക് വേണ്ടി ആര് റെക്കമെൻഡ് ചെയ്യും, ആര് നിന്നെ നോക്കും? കാരണം നമ്മളെ ബാക്ക്ഗ്രൗണ്ടേ മാറിപ്പോയില്ലേ, അവർ നിന്നോട് ഒരിക്കലും സഹകരിക്കത്തില്ല എന്ന് എന്നോട് വിളിച്ചു. എനിക്കൊരു ലെറ്റർ അയച്ചു തന്നു. നേരം ഈ ഫാദർ മരിച്ചപ്പോൾ ഗുജറാത്തിൽ നിന്ന് ബിഷപ്പുമാര്, കന്യാസ്ത്രീകള്, അച്ഛന്മാര്, ഏതാണ്ട് 200ഓളം ഫാദർമാരും അങ്ങനെ ആ സമൂഹം മൊത്തം അവിടെ വന്നു. അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട്, കാരണം വില്ലേജാ, വേറെ ആർക്കും ഒന്നിടത്തില്ല. ഞങ്ങളെ ദൈവം ഒരുക്കി. അത് മുഖാന്തരം ഞങ്ങൾക്ക് ഒത്തിരി കോണ്ടാക്റ്റ് ആയി. ഫാദേഴ്സും സിസ്റ്റേഴ്സുമായിട്ട് ഭയങ്കര കോണ്ടാക്റ്റ് ആയി. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്കൊരു, അവരുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനും അവർ ഞങ്ങളുടെ വീട്ടിൽ വരാനും ഒക്കെ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. ഇന്നും അതിൽ ചില ഫാദർമാരുമായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അവരുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവവചനം അല്പമായിട്ട്, കാരണം നമുക്കും എല്ലാം വെട്ടി തുറന്ന് അവരോട് പറയാൻ പറ്റത്തില്ല. അവരെ നമുക്ക് സ്നേഹത്തിൽ നിർത്തി ബൈബിൾ പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. അതിനുശേഷം പിന്നെയും ഞങ്ങളുടെ ഇത് ഞങ്ങൾ നോക്കിയാണ് 2ാം മിഷണറി യാത്രയാണ്. ഞങ്ങളുടെ ആ യാത്രയിൽ അവിടെ ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്തെടുത്ത് ആരെല്ലാം വീണ് കിടന്നു അവരെയൊക്കെ പിന്നെ കണ്ടെടുത്ത് അവരെ പിന്നെ എഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ വേലയിൽ നിർത്തുവാനും അവർക്ക് ബാക്ക് സപ്പോർട്ട് കൊടുക്കുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. പൊട്ടിപ്പോയ കുടുംബങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുവാൻ കഴിഞ്ഞു. പിന്നെ ശിഥിലമായി കിടന്ന ചർച്ചുകളെ വീണ്ടും, അത് ഞങ്ങൾ വർക്ക് ചെയ്ത സംഘടനകളല്ല, പല സംഘടനകളിലുള്ളവരെ ശിഥിലമായി കിടന്ന ചർച്ചുകളെ ഒന്നിപ്പിക്കാനൊക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ആ ദേശത്ത് അങ്ങനെ ഒരു മിനിസ്ട്രി ചെയ്തതിന് ശേഷം ദൈവം വീണ്ടും ഞങ്ങളെ ഗുജറാത്തിൻ്റെ സൗത്തിലോട്ട് കൊണ്ടുവന്നു. സൗത്തിൽ ഞങ്ങൾ നേരത്തെ ആദ്യം വർക്ക് ചെയ്തതിന് അവിടുന്ന് കുറച്ച് ദൂരെ അവിടെയും കടന്നു വന്നു. പഴയ ആൾക്കാരെ കാണുവാനും വീണ്ടും ചിലതൊക്കെ പണിയുവാന് ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ചില സുവിശേഷന്മാരെ വീണ്ടും അവിടെ വാർത്തെടുക്കുവാനും, ഒറ്റപ്പെട്ട് കിടന്നവരെ എന്ന് പറഞ്ഞാൽ നിരാശയിൽ കിടന്ന സുവിശേഷന്മാരെ ചേർത്ത് നിർത്തി അവരെ വീണ്ടും ബിൽഡപ്പ് ചെയ്ത് അവരുടെ കുടുംബങ്ങളെ പണിതെടുക്കാനും അവരുടെ കുഞ്ഞുങ്ങളെ ഉറപ്പിക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അവിടെ ഞങ്ങൾ മിനിസ്ട്രി ചെയ്തു. അവിടെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേ വീണ്ടും ഞങ്ങളെ നവാപൂരിലേക്ക് ദൈവം ഇട്ടു. അവിടെ ഞങ്ങൾക്ക് അന്ന് ചെയ്തതിൻ്റെ ബാക്കിയുള്ള മിനിസ്ട്രി ദൈവം വീണ്ടും അവിടെ ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്ത് സംഘടനയിൽ നിന്നൊരു ഇത് വന്നു, നോർത്ത് ഈസ്റ്റിലേക്ക് പോകുവാൻ ആര് തയ്യാറാകും എന്ന് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പോകാൻ തയ്യാറാന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ബോർഡിങ്ങിലാണ്. ഈ സമയത്ത് എൻ്റെ ഫാദർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ സിസ്റ്റേഴ്സ് കർത്താവിൻ്റെ വേലയിലാണ്. എൻ്റെ മദർ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ നിൽക്കുവാൻ തുടങ്ങി. എൻ്റെ ബ്രദർ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ബോർഡിങ്ങിലാണ്. എൻ്റെ ഫാദറിനോ മദറിനോ ഒത്തിരി പ്രായമായി. അച്ഛൻ ഈ ഡിസിഷൻ എടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ പപ്പായോട് ചോദിക്കാതെ ഞാൻ പറയത്തില്ല, കാരണം അവർ പ്രായമായിരിക്കുന്ന. ഞാൻ പപ്പയെ വിളിച്ചു പറഞ്ഞു, പപ്പ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, എന്തോ ചെയ്യും? പപ്പ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു മോനെ ആർമിയിൽ കൊടുത്തു, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുക, എനിക്കൊരു കുഴപ്പമില്ല, ദൈവം എന്നെ നോക്കിക്കോളൂ, ദൈവം അയക്കുന്നിടത്ത് നിങ്ങൾ പൊക്കോ. ഞാൻ ആർമിയിൽ വിട്ടപ്പോഴും ഞാൻ അങ്ങനെയാണ് വിട്ടത്, ദൈവം അയക്കുന്നിടത്ത് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. പപ്പായുടെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയി. വെസ്റ്റ് ബംഗാളിൻ്റെ ഇന്ത്യയുടെയും ബോർഡറിൽ പോയി താമസിച്ചു. അതും വില്ലേജാണ് പാസ്റ്റർ, ഒത്തിരി വില്ലേജ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക്
ഭയങ്കര വിഷമം. സഹോദരിമാരുടെ സ്ഥിതികള്, കുഞ്ഞുങ്ങളുടെ സ്ഥിതി, അനാഥ കുഞ്ഞുങ്ങള്, മാരേജ് ലൈഫ് എന്ന് പറയുന്നത് എന്തെന്ന് അതുങ്ങൾക്ക് അറിയത്തില്ല. ഒന്ന് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ കൊണ്ടിട്ടത്. കാരണം കുഞ്ഞുങ്ങളുടെ അനാഥത്വം കണ്ട് ഞാൻ വളരെ കരഞ്ഞു ദൈവസന്നിധിയില്. കാരണം പേരൻസ് ജീവിച്ചിരിക്കുകയാണ്, അവര് ജീവിതം അപ്പനും അമ്മയും ഏതെന്ന് വഴി, രണ്ട് വഴികളിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു ജനത്തിന്റെ മധ്യ ദൈവം ഞങ്ങളെ കൊണ്ടാക്കി. അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ, കുഞ്ഞുങ്ങൾ അടുത്തു വരാൻ തുടങ്ങി. അവരോട് യൗവനക്കാർ കുഞ്ഞുങ്ങളെ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ തുടങ്ങി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ എവിടെ ചെന്നാലും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണോ അതോ എൻ്റെ ഭാരമാണോ എന്നറിയത്തില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് നിർത്തും. അവർക്ക് എനിക്കറിയാവുന്ന പോലെ അവിടെ ചെന്നപ്പോൾ നേപ്പാളിയാണ്. ഞാൻ പതുക്കെ നേപ്പാളി ഭാഷകളൊക്കെ അവരോട് സംസാരിക്കാനുള്ളതൊക്കെ വശം ആക്കി. എന്തോ ദൈവം എന്നും പ്രാർത്ഥിക്കും, അവരെന്നോട് സംസാരിക്കും, എനിക്കും മനസ്സിലാകും, ഞാൻ എന്തോ സംസാരിക്കും അവർക്കും മനസ്സിലാകും. ഇത്രയും മാത്രത്തിൽ ദൈവം എന്നെ കൊണ്ട് നിർത്തി. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ എന്നോട് അടുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ 12ൽ തോറ്റ ഒരു പയ്യൻ വന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം വന്നു പറഞ്ഞു. എനിക്ക് ഒത്തിരി ഫീലിംഗ് വന്നു. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ്റെ വീടിൻ്റെ സ്ഥിതി എന്നോട് പറഞ്ഞു. അമ്മ ഇട്ടിട്ട് പോയി, അപ്പൻ വേറൊരു വഴിക്ക് പോയി, അനാഥരായ അനിയന്മാരെയും ചേർത്ത് പിടിച്ച് ഞാൻ നിൽക്കേണ്ടി വന്നു. അതെൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമായി. ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചിരുത്തി. അവന് 12ാം ക്ലാസ് തോറ്റുപോയായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ, എനിക്കൊരു നോളജും ഇല്ല, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്കറിയാവുന്ന പോലെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഞാൻ യൂട്യൂബ് നോക്കി അവൻ്റെ സിലബസ് പഠിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്ന പോലെ പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ചു. എന്നിട്ട് രാത്രി ഞാൻ ഒരാഴ്ച ആ കുഞ്ഞിനെ ഇരുത്തി ഞാൻ പഠിപ്പിച്ചു. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ അല്ലാതെ വേറൊന്നും ആ കുഞ്ഞിന് വരരുത്. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ആ സബ്ജക്റ്റിൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യൻ ആൻസർ മാത്രം അവന് വന്നു. ആ ആഴ്ചയിൽ അവൻ എക്സാം എഴുതി, അവൻ പാസ്സായി. ദൈവം അവന് വേണ്ടി, ആ കുഞ്ഞെന്നും അതിനൊരു നന്ദി അവൻ എന്നോട് എപ്പോഴും ഉണ്ട്. മിക്കവാറും അവന് ഫോൺ കോൾസ് വരുമ്പോഴെല്ലാം അവൻ ആദ്യം എന്നോട് പറയാറുള്ളൂ, ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഒരു കമ്പനിയിൽ ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. ദൈവം അവനെ അങ്ങനെ ഉപയോഗിച്ചു. അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഭൂട്ടാനിൽ പോകാൻ തുടങ്ങി. ഞാൻ സഹോദരിമാരുടെ ഒരു ടീമായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഓൾ നൈറ്റ് പ്രെയർ നടത്തി രാത്രി. അങ്ങനെ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോയി. കാരണം ഭൂട്ടാനിൽ ഗ്രാമങ്ങളിൽ പോകാൻ ഫോറിനേഴ്സിന് അനുവാദമില്ല. ഞാൻ പോയത് ഒത്തിരി സീക്രട്ട് ആയിട്ടാണ് ഞാൻ അവിടെ ചെന്ന്. ഞാൻ അവരുടെ വേഷം വിട്ട് അവരുടെ രീതിയിൽ തന്നെ സഹോദരിമാരും മുടിയൊക്കെ കെട്ടി ഞാൻ അവരുടേതായ മോഡലിലാണ് ഞാൻ വില്ലേജുകളിൽ പോയത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നാക്കെടുത്തൊരു സംസാരിച്ചേക്കല്ല, ആരെന്ത് ചോദിച്ചാലും നീ മൂകയെപ്പോലെ നിന്നോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസികളല്ലാത്തവരുടെ എല്ലാവരുടെ അടുത്ത് ഞാനൊരു മൂകയെ പോലാണ് നിന്നത്. എനിക്കൊന്നും അറിയാൻ മേലാത്ത, അവര് സംസാരിക്കത്തില്ലെന്ന് പറയും ആൾക്കാർ, അവരുടെ കസിൻസ് ആരെങ്കിലും സംസാരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ കുറച്ച് നാൾ സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സഹോദരിമാർക്ക് ഒത്തിരി അവർക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാൻ ദൈവം സാധിച്ചു. ദൈവവചനം പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ ആസാമ്, സിക്കിം, നോർത്ത് ഈസ്റ്റിന്റെ പല സ്ഥലങ്ങളിൽ പോയി. നേപ്പാളിൽ കടന്നെല്ലാം ദൈവം അനുവദിച്ചു. അവിടെയൊക്കെയും പോയി കർത്താവിന്റെ വേല ചെയ്തു. പിന്നീട് ഞാൻ കടന്നു വരുന്നത്, ഞങ്ങളെ തിരിച്ച് നവാപൂരിലേക്ക് കടന്നു വന്നു. ബാക്കി കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം സാധിച്ചു. അതിനു ശേഷം ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത ഈ സമയത്ത് ഞങ്ങളുടെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ വന്ന് കർത്താവിന്റെ അവിടുന്ന് ഒരു ഡിസിഷൻ എടുത്ത് ഞങ്ങൾ ഗാന്ധിനഗറിലേക്ക് മൂവ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഗാന്ധിനഗറിൽ നിന്നുകൊണ്ട് ദേശത്തിന്റെ പല ഭാഗങ്ങളിലും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു, ഇത്രത്തോളം കൊണ്ടുവന്നു. ഞങ്ങളുടെ മിഷൻ ഇത് മാത്രമാണ്, എങ്ങനെയെങ്കിലും ദൈവജനം രക്ഷിക്കപ്പെടാൻ, വില്ലേജേഴ്സ് കർത്താവിന്. കാരണം വില്ലേജിന്റെ സ്ഥിതി എനിക്ക് നന്നായിട്ട് അറിയാം. ആ സമയങ്ങളിലൊന്നും ലേഡീസ് കൂടുതലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വില്ലേജുകളിൽ പോകാറില്ല. ഞാൻ ആ ഗ്രാമത്തിലെ സഹോദരിമാരുടെ സ്ഥിതി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇന്നും എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരും ഇന്ന് വില്ലേജേഴ്സ് മാത്രമാണ്. ഞാൻ ഇന്നും എനിക്കൊരു ആവശ്യമുണ്ടെങ്കിലും എനിക്ക് പ്രാർത്ഥിപ്പാനാണേലും എന്നെ ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നവരും വില്ലേജേഴ്സ് മാത്രമാണ്. കാരണം ഞാൻ അവരുടെ സഹോദരിയായിട്ടും അവരുടെ ഒരു അമ്മയായിട്ടും അവരുടെ ഒരു കൂട്ടുകാരിയായിട്ടും നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് ദൈവം എനിക്ക് തന്ന, ഞാൻ അന്ന് പറഞ്ഞില്ല, കർത്താവിനോട് പറഞ്ഞ ആ ശബ്ദമാണ് എന്നെ നിർത്തിയത്. ഞാൻ ഒരു വിഷയം കൂടി പറയട്ടെ. ഇത്രയും വർഷം, കുറഞ്ഞൊരു 30 വർഷത്തിൽ മേലെയാണ് ഞങ്ങൾ വില്ലേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെയും വില്ലേജിൽ ഒരു ഫുഡ് കഴിച്ചിട്ട് ഒരു അസുഖം വന്നെന്നോ വില്ലേജിൽ പോയിട്ട് എനിക്കൊരു രോഗം വന്നെന്നോ പറയുവാൻ എനിക്ക് സാധിക്കത്തില്ല. ഇതുവരെയും ദൈവം നിങ്ങളെ
അനുവദിച്ചിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര അനർത്ഥങ്ങൾ. കാരണം എൻ്റെ ഹസ്ബൻഡ് ഹാൻഡിക്യാപ്പാണ്, 2 വീലർ ഓടിച്ചുകൊണ്ട് പോകും. ഞങ്ങൾ വില്ലേജുകളിൽ 2 വീലറിലാണ് പോകുന്നത്. വളരെ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പർപ്പസ് ആക്സിഡൻറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം ഒരിടത്ത് ഞങ്ങൾ മീറ്റിംഗ് നടത്തി, ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളെ ഫോളോ ചെയ്തു കാറ് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയത്ത ഈ 3 യൗവനക്കാരായിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു, അവരും അവിടെ കയറി. അതിനുശേഷം ഒരു ട്രാഫിക്കിൻ്റെ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഈ കാറ് വന്ന് ഞങ്ങളെ തട്ടി ഞാൻ എങ്ങനെയാ വീണെന്ന് എനിക്കിന്നും അറിയത്തില്ല. തണുപ്പ് സമയമായിരുന്നുകൊണ്ട് 2 കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ചാൻ്റെ മുകളിൽ കൂടി കയറി വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി മലന്ന് ഇങ്ങനെ കുറേ ദൂരം ഞാൻ പോയി ആരൊക്കെയോ വിളിച്ചു പറയുന്ന ശബ്ദം, എക്സോ ആയിട്ട് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു. ആ സമയത്ത് എനിക്കൊന്നും മനസ്സിലാവും, നമ്മളിൽ ഒരു റെസിസ്റ്റന്റ് പവർ ഉണ്ട്. നമ്മൾ വീണ് കഴിയും പെട്ടെന്ന്. ഞാൻ സ്ലോയിൽ അങ്ങ് കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്ലോ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ നോക്കുമ്പോൾ അച്ചാൻ പോയിട്ട് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് എൻ്റെ ദേഹത്ത് കയറാതിരിക്കാൻ വേണ്ടി വണ്ടി ടേൺ ചെയ്തപ്പോഴത്തേക്ക് പോയി ഒരു കനാലിൻ്റെ അടികിൽ വന്നിട്ട് ഈ വണ്ടി മറിഞ്ഞ് അച്ചാൻ്റെ കാലിലോട്ട് ഈ വണ്ടി കിടക്കുക. അന്ന് ഞങ്ങൾക്ക് പൾസർ 180 അത്രയും വെയിറ്റുള്ള കാലിലോട്ട് വീണ് കിടക്കുകയാണ്. പെട്ടെന്ന് ആ സമയം ദൈവം സഹായിക്കാനായിട്ട്, നമുക്ക് സഹായത്തിനായി ദൈവം ദൂതന്മാരെ അയക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവം കൊണ്ടുവന്നതേക്കുന്ന 2 തമിഴ് ചെറുപ്പക്കാർ പയ്യന്മാരെ ദൈവം എവിടുന്നോ അവിടെ കൊണ്ടുവന്നു. അവർ 2 വീലറെ വരികയായിരുന്നു. അവരവിടെ നിർത്തി ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു. എന്നോട് പറഞ്ഞു, ആൻറ്റി ഹോസ്പിറ്റലിൽ പോകുക, കാരണം ആൻറ്റി ഭയങ്കരമായിട്ട് വീണതെന്ന് പറഞ്ഞു. അവർ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും വണ്ടി നേരെ വെച്ചിട്ട് പിള്ളേർ വെള്ളമൊക്കെ തന്നിട്ട് പിള്ളേരങ്ങ് പോയി. ഞങ്ങൾ 2 പേരും കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ പോയത് നിന്റെ വേലയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ശരീരത്ത് ഒരു മുറിവുണ്ടാകരുത്. ഞങ്ങൾക്ക് വീട്ടിൽ അവിടുന്ന് ഒത്തിരി ദൂരം വണ്ടി ഓടിച്ച് വേണം ഞങ്ങൾ താമസിക്കുന്നിടത്ത് എത്താൻ. ഞങ്ങൾക്ക് വീട് വരെ എത്തിക്കണം. വണ്ടിക്ക് ചെറിയ കുറച്ച് മിസ്റ്റേക്ക് പൊട്ടലൊക്കെ പറ്റി. അത് ഞങ്ങൾ റിപ്പയർ ചെയ്തു. ഞങ്ങൾ ദൈവം വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ശരീരത്തോ അച്ചാൻ്റെ ശരീരത്തോ ഒരു ബ്ലഡ് പൊട്ടുകയോ അകത്തൊരു ഫീലിംഗ് വരുവോ ഒന്നും ചെയ്തിട്ടില്ല. ശകലമായിട്ട് കൈകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചതഞ്ഞതല്ലാതെ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും, അച്ചാന് രാവിലെ ഹൈസ്കൂളിൽ പോകണം, എനിക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് മീറ്റിങ്ങിന് പോകണം. ഞങ്ങൾക്ക് 2 പേരുടെയും പ്രോഗ്രാംസ് ക്യാൻസലാക്കാൻ പറ്റാത്തതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ സംഭവം നടന്നത്. ദൈവം കൃപയാൽ ഞങ്ങൾ 2 പേരും ആ വിഷയം ആരോടും പറയാതെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഒത്തിരി അനുഭവങ്ങളുണ്ട്, അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ ഇഷ്ടം പോലെ വന്നിട്ട്, പക്ഷെ ഒന്നിലും ദൈവം ഞങ്ങളെ ദുഃഖമാക്കാതെ ദൈവം ഞങ്ങളുടെ ചിറകിൻ്റെ കീഴിൽ കാത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയട്ടെ, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാരപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം എന്താവും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? ഞാൻ പറയട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ദൈവം തന്നു. അവരെ ദൈവം, എൻ്റെ മൂത്ത മോനെ 2 മാസ്റ്റർ ഡിഗ്രി എടുക്കുവാൻ ദൈവം കൃപ തന്നു. അതും ജാതികളുടെ പണം കൊണ്ട് കർത്താവ് പഠിപ്പിച്ചു. സ്കോളർഷിപ്പോടുകൂടി വിദേശത്ത് പോയി പഠിച്ച് വരുവാൻ ദൈവം കൃപ തന്നു. എൻ്റെ 2ാമത്തെ മോനും മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു. ദൈവം ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. വില്ലേജ് മിനിസ്ട്രിക്ക് ഇറങ്ങിയപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവുമെന്ന്. ഞാൻ പറയട്ടെ, ദൈവമാ വിളിച്ചെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെ വഴി വിടത്തില്ല. നമ്മുടെ സകല കാര്യങ്ങളും നോക്കുവാൻ ദൈവം നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ദൈവം ഞങ്ങൾ ഇറക്കുന്നത്. കർത്താവ് ഞങ്ങൾ ആരോടും ചോദിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുത്തരും. കാരണം ഇതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അമ്മച്ചി എപ്പോഴും ഞങ്ങളോടൊരു കാര്യം പറയുമായിരുന്നു, നമ്മുടെ ദൈവം നൂല കെട്ടി വീട്ടിൽ കൊണ്ടുത്തരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 4-5 മക്കളുടെ ജീവിതത്തിൽ ദൈവം അതാ ചെയ്തിട്ടുള്ളത്. കാരണം അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കും, നൂല കെട്ടി ദൈവം വീട്ടിൽ കൊണ്ടുത്തരുമെന്ന് പറഞ്ഞ പോലെ കൊണ്ടുത്തന്നാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അമ്മച്ചി എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു വാക്കാണ്, എൻ്റെയും ജീവിതത്തിൽ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ദൈവം നൂല കെട്ടിക്കൊണ്ട് തന്ന ദൈവമാണ്. എന്തിനു വേണ്ടി കരയുന്നു, ചോദിക്കുന്നു, ആ വിഷയം ദൈവം വീട്ടിൽ കൊണ്ടുത്തരുമായിരുന്നു. ഇതുവരെയും ദൈവം നടത്തി. കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഇനിയുമുള്ള ആയുസ് ഞങ്ങളെ ഏൽപ്പിച്ച മിനിസ്ട്രി, അത് കൂടുതലും ഇനിയും ഗ്രാമങ്ങൾ ബാക്കിയാണ്. ഇനിയും എത്രയോ ഗ്രാമങ്ങളിൽ നമുക്ക് എത്താൻ കഴിയാത്തതുണ്ട്. എന്നാൽ കടന്നു പോകുന്നവർ അനേകരുണ്ട്. എന്നാൽ ദൈവം വീണ്ടും ആൾക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവജനം കൂടുതലായി ഈ നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രിയെയും ഈ വില്ലേജിലെയും കുറിച്ച് പ്രാർത്ഥിക്കുക. അനേക ജാതികളുടെ ഇടയിൽ ഇനി എത്താൻ ദൈവം സാധിച്ചു. അനേക ഭാഷക്കാർ, കാരണം ഗ്രാമത്തിൽ ഒരു ഭാഷ തന്നെയല്ല, ഓരോ ഗോത്രത്തിനും ഓരോ ഭാഷകളാണ്. അവിടെ എല്ലാം ദൈവം പോകാൻ ഇനിയുണ്ട്, ബാക്കിയുണ്ട്. ദൈവം ജനത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും ദൈവം ഞങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഈ വചനം കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസി പ്രിയ റീന ജെയിംസ്
വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം, ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് മറന്നുപോകാതെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നവളായി ദൈവം നടത്തിയ ആ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ കേരളത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. വിദ്യാഭ്യാസവും തുടർന്നങ്ങോട്ടുള്ള ജീവിത കാര്യങ്ങളുമൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്ലാൻ ചെയ്തു. എന്നാൽ ദൈവം മറ്റൊന്ന് നിശ്ചയിച്ചിരുന്നു. മാനുഷികമായുള്ള കഴിവുകളും അറിവുകളും ഒക്കെ അതിൻ്റേതായ സമയങ്ങളിൽ മാനുഷികമായ നിലവാരത്തിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ദൈവം മറ്റൊന്ന് അതിനെ തിരുത്തി ക്രമീകരിക്കുവാനിടയായി തീർന്നു. അതാണ് ഈ സാക്ഷ്യത്തിലുടനീളം കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. കണ്ണൂർ ഒരുപക്ഷെങ്കിൽ ആ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു പെൺകുട്ടി ഇന്ന് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീയായി ആ ഒരു സാമൂഹ്യ പ്രവർത്തകയായി ആ ഒരു നിലയിൽ ഒരുപക്ഷെങ്കിൽ ഇന്ന് പോകാമായിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. അനേക പ്രിയപ്പെട്ടവരെ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധീരവനിത എന്ന് എനിക്ക് ഈ സമയത്ത് പറയുവാൻ തക്കവണ്ണം കഴിയും. അന്യഭാഷക്കാരായ ജനങ്ങൾ, അന്യ സംസ്കാരം പുലർത്തുന്നതായ ജനങ്ങൾ, വിവിധ ഭാഷകളും സംസ്കാരവും വിവിധ ജീവിത നിലവാരവും പുലർത്തുന്ന അനേക ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവരെ നേടേണ്ടതിന് അവരിൽ ഒരാളായി തീരുവാൻ പൗലോസ് തീരുമാനിച്ചതുപോലെ കർത്താവിൻ്റെ ദാസിക്ക്, കുടുംബത്തിന് ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു, ശരിക്കും ഒരു സാക്രിഫിഷ്യൽ മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഏറെ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ കർത്താവ് പകർന്നതായ ആ വലിയ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നതായ ആ ദൈവത്തിൻ്റെ സ്നേഹം അതൊട്ടും മറച്ചു വയ്ക്കാതെ അത് വെളിപ്പെടുത്തുവാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി ആമേന് താൻ ജനിച്ചു വളർന്നതായ ആ ഒരു ചുറ്റുപാടുകളെ, ആ ഒരു സംസ്കാരം ഒക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യ എന്ന ആ ഒരു ദർശനവും പേറി സുവിശേഷ ദൗത്യവുമായി വലിയ വെല്ലുവിളികളാണ് ആമേനെ ഏറ്റെടുത്തത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ദൈവം അയച്ച് ശക്തമായി ഉപയോഗിക്കാനിടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ശുശ്രൂഷയുടെ തലങ്ങൾ. ആമേൻ. ഇന്ന് കർത്താവിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപാകെ പേരോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല, പകരം ആമേനെ കർത്താവിന് വേണ്ടി ആവോളം പ്രയോജനപ്പെടുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ആയിരിക്കുന്നു എന്ന് വാക്കുകളിലൂടെ വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസിയെയും ദാസനെയും കുഞ്ഞുങ്ങളെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ തലങ്ങളെ ദൈവം പിന്നെയും വിശാലമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവവും സാക്ഷ്യവും മാതൃകയാക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഈ തലത്തിലേക്ക് ഉയർത്തിയതായ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലും സ്വയാത്തമാക്കി നിങ്ങൾക്കും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരങ്ങളുണ്ട്. ആകയാൽ നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്തെങ്കിലും നമുക്ക്
ചെയ്തെടുക്കാൻ കഴിഞ്ഞോ, അതോ നമ്മുടെ ആയുസ്സും അവസരവും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ ഒന്ന് പരിശോധിക്കുവാൻ സമയങ്ങളെ വേർതിരിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നമ്മെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ, പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കും. കർത്താവേ, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം, അവിടുത്തെ കരം, അവിടുത്തെ നാമം ആമേൻ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, മഹിമപ്പെടുവാൻ കർത്താവേ നീ അങ്ങ് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആമേൻ ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കർത്താവേ, സ്തോത്രം. സ്നേഹസമനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സമയത്തിനായ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പിതാവേ. കർത്താവേ, എന്റെ സാക്ഷ്യം കേട്ട എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യാൽ കർത്താവേ, നിന്റെ ദാസനെ ഈ കർത്താവെ പ്രോഗ്രാം ചെയ്യുവാൻ ദൈവം കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു നാഥ. അനേകരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ ദർശനം കണ്ട് അങ്ങയുടെ വയലിലേക്ക് ഇറങ്ങുവാനും അനേകരെ നേടുവാനും ദൈവമേ നീ സഹായിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമേ വെറും കയ്യോടെ വരാതെ കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ അങ്ങേക്ക് വേണ്ടി ചെയ്തതും അങ്ങേക്ക് വേണ്ടി ഓടിയതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ ദിവസങ്ങൾ ഈ കർത്താവെ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും മേലും ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളുടെ മേലെ കർത്താവ്, അവരുടെ ഭാവിയുടെ മേലെ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹോത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.